ഹലോ മച്ചമാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. മച്ചമാരെ, ഒരു കാര്യം ഞാൻ പറയട്ടെ. ഇന്ന് ഞാൻ നിങ്ങളോട് ഈ പറയാൻ പോകുന്ന കഥയുണ്ടല്ലോ, തുടക്കം മുതൽ തുടങ്ങും അതിന്റെ ആ ഒരു ത്രില്ല്. ഒടുക്കം വരെ അതേ ഫ്ലോയിൽ പോകട്ടോ. ഒരു നിമിഷം പോലും എനിക്ക് ബോറടിച്ചില്ല. അത്രയും കിടിലൻ സിനിമ. ഓക്കെ, സിനിമയെ കുറിച്ച് ചെറുതായിട്ടൊരു കാര്യം പറഞ്ഞുതരാം. അതായത് ആരും ഇല്ലാത്ത ചില ആൾക്കാർ ഈ ലോകത്ത് ഉണ്ടാവുമല്ലോ. മക്കളോ കൂട്ടുകാരോ കുടുംബക്കാരോ ആരും ഇല്ലാത്ത അതുപോലൊരു സ്ത്രീ ഈ സിനിമയിലുണ്ട്. പെട്ടെന്നൊരു ദിവസം അവർ മരിച്ചു പോവാണ്. അവരുടെ അക്കൗണ്ടിൽ ഏകദേശം $30 മില്യൺ ഉണ്ടായിരുന്നു. ചെറിയൊരു പൈസയല്ല, വലിയ ഹ്യൂജ് എമൗണ്ട് ആണ്. ഒരു ബാങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ കഥാനായകനായിട്ടുള്ള റോബിൻ ഇത് കാണുകയാണ് കേട്ടോ. സോ ആ കാശ് ഞാൻ എടുത്തു കഴിഞ്ഞാൽ വേറെ ആരും അത് അറിയാൻ പോകുന്നില്ലല്ലോ, ഇത് ചോദിച്ചാരും വരാനും പോകുന്നില്ലല്ലോ എന്ന് കരുതി റോബിനും അവന്റെ സുഹൃത്തും കൂടെ ആ അക്കൗണ്ടിൽ നിന്നും ആ $30 മില്യൺ പിൻവലിക്കുകയാണ്. എന്നാൽ അത് വെറൊരു തുടക്കമായിരുന്നു. പിന്നീട് ആ കാശ് തേടി വന്ന ആൾക്കാർ, അതിനുശേഷം റോബിന്റെ ലൈഫിൽ സംഭവിച്ച കാര്യങ്ങൾ ഒരൊന്നാം തരം പക്കാ ത്രില്ലർ. ഒരു നിമിഷം പോലും നിങ്ങൾക്ക് ബോറടിക്കില്ല, ധൈര്യമായിട്ട് കാണാം. അപ്പൊ നേരെ ഈ കഥയിലേക്ക് പോവല്ലേ. പിന്നെ വയനാട്ടിലേക്ക് വരുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. നമുക്കിവിടെ ട്രീ ഹൗസുകൾ ഉണ്ട്, അതുപോലെ തന്നെ ടെന്റ് സ്റ്റേക്കുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടാ. ഈ ക്യാമ്പിംഗ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ഒരു വ്യൂ എന്നൊക്കെ പറഞ്ഞാൽ ഇൻഫിനിറ്റ് ആയിട്ടാണ്, അടിപൊളി വ്യൂ ആണ്. ഓക്കെ, അപ്പോൾ ടെന്റ് സ്റ്റേ, ക്യാമ്പിംഗ് അങ്ങനത്തെ ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് എന്നെ കോൺടാക്ട് ചെയ്തു കേട്ടോ. ഇനി നമുക്ക് നേരെ കഥയിലേക്ക് പോകാം. സിനിമയുടെ ആരംഭത്തിൽ കാണിക്കുന്നത് ഒരു അപ്പാർട്ട്മെന്റ് ആണ്. അതിനുള്ളിൽ ഇപ്പോ ഒരു ശവത്തെ കാണിക്കുന്നുണ്ട്. ഒരു സ്ത്രീയാണ് മരണപ്പെട്ടിരിക്കുന്നത്. 1 മാസമായി ആ സ്ത്രീയുടെ മൃതദേഹം അവിടെ കിടക്കാൻ തുടങ്ങിയിട്ട്. അവരുടെ അരികിൽ ഒരു പൂച്ചയുണ്ട്, വേറെ ആരും ആ വീട്ടിലില്ല. ഇപ്പൊ ആ സ്ത്രീയുടെ ശബ്ദത്തിൽ തന്നെ നമുക്ക് അവരുടെ കഥ പറഞ്ഞു തരികയാണ്. ഞാൻ ഇങ്ങനെയാണ്, ജനിച്ചപ്പോഴും മരിച്ചപ്പോഴും എന്നും ഞാൻ ഒറ്റയ്ക്കായിരുന്നു. അതായത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരാളെ കാണാനില്ല, 2-3 ദിവസം കഴിഞ്ഞാൽ തന്നെ അയാളെ തേടി വരുമല്ലോ. അയാളുടെ കുടുംബക്കാരോ കൂട്ടുകാരോ ആരെങ്കിലൊക്കെ അങ്ങനെ തേടി വന്നിട്ടില്ലെങ്കിൽ അതിന് കാരണം എന്താണ്? ഈ സ്ത്രീക്ക് ആരുമില്ല, കുടുംബക്കാരില്ല, കൂട്ടുകാരില്ല. ഈ സ്ത്രീയെ തൽക്കാലം നമുക്ക് ബെന്നത്ത് എന്ന് വിളിക്കാം. ഇതൊരു കൊറിയൻ സിനിമയാണ്, അതുകൊണ്ട് തന്നെ അറിയാലോ ക്യാരക്ടേഴ്സിന്റെ പേര് അങ്ങനെ എളുപ്പത്തിൽ നമുക്ക് പറഞ്ഞു പോകാൻ കഴിയില്ല. അപ്പൊ ഒരു ഫ്ലോയ്ക്ക് വേണ്ടിയിട്ട് നല്ല നല്ല പേരുകൾ ഞാൻ കൊടുക്കാം കേട്ടോ. എന്തായാലും ഇതിനുശേഷം കാണിക്കുന്നത് ഒരു ബാങ്കിലാണ്. ആ ബാങ്കിലാണ് നമ്മുടെ കഥാനായകനായിട്ടുള്ള റോബിൻ വർക്ക് ചെയ്യുന്നത്. ആളൊരു അസിസ്റ്റന്റ് മാനേജറാണ്. അതുപോലെ തന്നെ അവന്റെ ഒരു ഫ്രണ്ട് എന്നല്ല, ആ ഓഫീസിലെ തന്നെ കൊളീഗ്. അവന്റെ പേര് ടോം എന്നാണ്. ആൾ അവിടുത്തെ ക്യാഷ്യറാണ്. ഇന്ന് ഇവരുടെ ഓഫീസിൽ വെച്ച് കുറച്ച് പ്രായമുള്ള ഒരാളെ പിരിച്ചുവിടാൻ നിൽക്കുകയാണ്. അതായത് വർക്ക് അത്ര പോരാ എന്നതിന്റെ പേരിലാണ് ഇയാളെ പിരിച്ചുവിടുന്നത്. എന്നാൽ ഇത് ഡിസൈഡ് ചെയ്തിരിക്കുന്നത് AI വഴിയാണ്. ഓരോരുത്തരുടെ പെർഫോമൻസും AI ഒബ്സർവ് ചെയ്ത് അവരുടെ പെർഫോമൻസ് ലെവൽ ലോ ആണെങ്കിൽ അവരെ പിരിച്ചുവിടാനുള്ള ആ ഒരു തീരുമാനം AI തന്നെ എടുക്കും കേട്ടോ. ഈ കാര്യം ആ ഒരു ചേട്ടനോട് പറഞ്ഞ സമയത്ത് അയാളാകെ ഞെട്ടിപ്പോവാണ്. മെയിൻ ആയിട്ടുള്ള മാനേജറോട് വന്നിട്ട് ആ ചേട്ടൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തീ പറയുന്നത്? കഴിഞ്ഞ എത്രയോ വർഷമായിട്ട് ഈ ബാങ്കിന് വേണ്ടി ഞാൻ എത്ര കഷ്ടപ്പെടുന്നു. രാവിലെ നേരത്തെ വരുന്നു, വൈകി പോകുന്നു, എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ ചെയ്യുന്ന കാര്യമൊക്കെ AIക്ക് അറിയോ? പക്ഷെ ആ ചേട്ടൻ ഇനി എന്തൊക്കെ വഴക്കെട്ടിട്ടും കാര്യമില്ല, കമ്പനി അത് തീരുമാനിച്ചു കഴിഞ്ഞു. ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന റോബിൻ വന്നിട്ട് ആ ചേട്ടനെ കൂട്ടിക്കൊണ്ടുപോയിട്ട് സംസാരിക്കുകയാണ്. ചേട്ടാ ഒന്ന് കൂളാണ് നിങ്ങൾ, ഇനി ഇവിടുന്ന് നമ്മൾ എന്തൊക്കെ ഒച്ചയും വേള ഉണ്ടാക്കിയാലും കാര്യമൊന്നുമില്ലല്ലോ. എന്തായാലും അവര് ചേട്ടനെ പിരിച്ചു വിട്ടു. അപ്പൊ ഒന്ന് കൂളായിട്ട് ഒന്ന് ഓക്കെ ആയിട്ട് ഇവിടുന്ന് എന്തായാലും പിരിഞ്ഞു പോകുന്നു പറയാണ്. എന്നാൽ ആ മനുഷ്യന് ഈ വയസ്സാങ്കാലത്ത് വേറെ എവിടെ പോയിട്ട് ഇനി ജോലി കിട്ടാനാണ്? ആ മനുഷ്യനാകെ തകർന്ന് ഇല്ലാണ്ടായി പോയിട്ടുണ്ട്. വല്ലാത്ത നിരാശയില് ആ മനുഷ്യൻ ആ ഒരു ഓഫീസ് വിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. കാരണം ജീവിക്കാൻ ഇനി അയാൾക്ക് വേറൊരു വഴിയില്ല. ആ മനുഷ്യന് വേണ്ടി എന്തെങ്കിലും ചെയ്യാനായിട്ട് റോബിനും ഒന്നും പറ്റില്ല കേട്ടോ. ഇതിനുശേഷം ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് റോബിൻ നേരെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ആൾക്കൊരു ഭാര്യയുണ്ട്, പിന്നെ ഒരു മോളും ഉണ്ട്. മോളോട് ഭയങ്കര സ്നേഹമാണ് കേട്ടോ. കാരണം എന്താണെന്നറിയോ, കല്യാണം കഴിഞ്ഞ് എത്രയോ വർഷം കഴിഞ്ഞാണ് മോളുണ്ടായത്. അതിന്റെ പേരിൽ ഒരുപാട് ട്രീറ്റ്മെന്റും മറ്റേ വഴിപാടും പരിപാടികളൊക്കെ കുറെ നടത്തിയുണ്ടായ കുഞ്ഞാണ്. അപ്പൊ അതിനോട് ആ ഒരു സ്നേഹമില്ലാതിരിക്കോ? അതുപോലെ തന്നെ ആ മോളെ രാജകുമാരിയെ പോലെ വളർത്തണമെന്നാണ് റോബിൻ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ സ്കൂളിൽ ചേർത്താൻ സമയമായിട്ടുണ്ട്. മാത്രമല്ല ഏറ്റവും അടിപൊളി ആ നാട്ടിലെ തന്നെ ഏറ്റവും ടോപ്പ് സ്കൂളിലേക്കാണ് മകളെ ചേർക്കാൻ പോകുന്നത്. പക്ഷെ അവിടെ അടക്കേണ്ട ഡൊണേഷന്റെ തുക അതൊരല്പം കൂടുതലാണ്. റോബിന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അത് നടക്കുമെന്ന് തോന്നില്ല. എന്നാലും അവിടെ പോയിട്ട് മോളുടെ പേരും കാര്യങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇവർ കൊടുക്കുന്ന ഡൊണേഷന്റെ പവർ പോലെ ഇരിക്കും അവിടുത്തെ അഡ്മിഷൻ കിട്ടുന്ന പരിപാടി. ഇതേ നേരം തന്നെ ആ ഒരു ബാങ്കിൽ വർക്ക് ചെയ്ത നമ്മുടെ റോബിന്റെ ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ, ക്യാഷ്യർ ആയിട്ടുള്ള ടോം അവന്റെ ഒരു കൂട്ടുകാരനെ കാണാൻ വേണ്ടി അവന്റെ വീട്ടിലേക്ക് പോവാണ്. കാരണം അവന്റെ കൂട്ടുകാരന്റെ അച്ഛൻ മരണപ്പെട്ടു പോയിട്ടുണ്ട്. 2-3 ദിവസം ആയി കേട്ടോ ആള് മരിച്ചിട്ട്. അതുകൊണ്ടാണ് ടോം അവന്റെ സുഹൃത്തിനെ കാണാനായിട്ട് അവന്റെ വീട്ടിലേക്കൊന്ന് പോകുന്നത്. എന്നാൽ അവിടെ എത്തിയപ്പോഴാണ് വേറൊരു പ്രശ്നം കാണുന്നത്. ഈ കൂട്ടുകാരന്റെ അച്ഛൻ മരിച്ചു എന്ന് പറയുന്നില്ലേ, മരിക്കുന്നതിന് മുന്നേ അവിടെ ഉണ്ടായിരുന്ന കുറച്ച് ലോക്കൽ റൗഡീസിന്റെ കയ്യിൽ നിന്ന് പലിശയ്ക്ക് ക്യാഷ് എടുത്തായിരുന്നു. വലിയൊരു എമൗണ്ട് ആണ്, അതെന്തായാലും തിരിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ വീട്ടിലെ സാധനങ്ങൾ മുഴുവൻ ഞങ്ങൾ എടുത്തുകൊണ്ടുവന്ന് പറഞ്ഞിട്ട് ടോമിന്റെ കൂട്ടുകാരനെ ഭീഷണിപ്പെടുത്തുകയാണ്. ചെറുതായിട്ട് ഉപദ്രവിക്കുന്നുണ്ട് കേട്ടോ. അവൻ ആകെ വിഷമത്തിലിരിക്കുകയാണ്. ആ സമയത്താണ് ടോം അങ്ങോട്ടേക്ക് വരുന്നത്. ടോമിനോട് അവന്റെ കൂട്ടുകാരൻ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എടാ, എന്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടോ, ഓരോ ആൾക്കാരും മരിച്ചുപോയ എന്റെ അച്ഛൻ കാശ് മേടിച്ചെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വരിക. എനിക്കറിയില്ല ഇതൊക്കെ സത്യമാണോ അല്ലയോ എന്നുള്ളത്. മൂപ്പരാണെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് സമ്പാദിക്കുകയൊക്കെ ചെയ്ത ആളാണ്. പക്ഷെ ആ ഒരു ക്യാഷ് എവിടെയാന്ന് പോലും എനിക്കറിയില്ല. ഒന്നും പറയാതെ ആള് പോയി. ഇനിയിപ്പോ ഇവിടെ കിടന്ന് ഞാൻ അനുഭവിക്കേണ്ടി വരും. ഈ സമയത്ത് ടോം പറയണ, എടാ നിന്റെ അച്ഛന്റെ അക്കൗണ്ട് ഒന്ന് ചെക്ക് ചെയ്താൽ പോരെ, അതൊന്ന് ക്യാഷ് വിഡ്രോ ചെയ്യാലോ. എന്തായാലും ഞാൻ എന്റെ ബാങ്കിൽ പോയിട്ട് നിന്റെ അച്ഛന്റെ പേരിൽ ഒരു അക്കൗണ്ട് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യട്ടെ എന്ന് പറയാണ്. അങ്ങനെ ടോം പിറ്റേ ദിവസം ബാങ്കിൽ പോയ വാർഡ് തന്നെ അക്കൗണ്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ കൂട്ടുകാരന്റെ അച്ഛൻ
അച്ഛന്റെ പേരിൽ ഒരു അക്കൗണ്ട് ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പൊ ആ ഒരു കാര്യം ടോം കൂട്ടുകാരനെ വിളിച്ചു പറയുന്നുണ്ട്, എടാ നിന്റെ അച്ഛന്റെ പേരിൽ ഒരു അക്കൗണ്ട് ഇവിടെ ഇല്ല, നീ വേറെ ഏതെങ്കിലും ഒരു ബാങ്കിൽ ചെക്ക് ചെയ്ത് നോക്ക് എന്ന് പറയുന്നത്. എന്നാൽ ഇതേ സമയത്താണ് ടോം മറ്റൊരു കാര്യം കാണുന്നത്. ഇനാക്റ്റീവ് ആയിട്ട് കിടക്കുന്ന ഒരു അക്കൗണ്ട്. ആ അക്കൗണ്ടിന്റെ ഓണർ ആള് മരിച്ചു പോയിട്ടുണ്ട്. ഒരു സ്ത്രീയാണ്, പേര് ബെന്നത്ത്. സിനിമയുടെ ആരംഭത്തിൽ നമ്മൾ കണ്ടില്ലേ, അതേ സ്ത്രീ തന്നെ. അതായത് അക്കൗണ്ട് ഹോൾഡർ ആയിട്ടുള്ള ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അയാളുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും വന്നു കഴിഞ്ഞാൽ ആൾക്ക് വേണമെങ്കിൽ ആ ഒരു ഫണ്ട് റിലീസ് ചെയ്യാം. ഇനിയിപ്പോ ആരും വന്നിട്ടില്ലെങ്കിൽ കുറച്ച് വർഷം കഴിഞ്ഞാൽ ആ ഫണ്ട് ബാങ്ക് തന്നെ എടുക്കും. സോ ആ ഒരു അക്കൗണ്ട് കണ്ട സമയത്ത് ടോമിന്റെ കണ്ണൊന്നും മഞ്ഞളിക്കുന്നുണ്ട്. കാരണം അതിലുണ്ടായിരുന്നത് ചെറിയ എമൗണ്ട് ആയിരുന്നില്ല, $30 മില്യൺ. ഹ്യൂജ് എമൗണ്ട് ആണ്. ഈ ചക്കരക്കുടം കണ്ടാലേ കൈയിട്ട് വാരാൻ തോന്നാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഇതേ സമയത്തിന് ബാങ്കിൽ ജോലി ചെയ്യുന്ന റോബിനെ കാണിക്കാണ്. റോബിന്റെ അടുത്തേക്ക് ബാങ്കിലെ മാനേജർ വരുന്നുണ്ട്. റോബിൻ അസിസ്റ്റന്റ് മാനേജർ ആണല്ലോ. ഇപ്പൊ ആ മാനേജർ വന്നിട്ട് ചുമ്മാ ചൊറിഞ്ഞോണ്ട് റോബിനോട് സംസാരിക്കുകയാണ്. റോബിനെ എന്താ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്കിംഗ് ആണല്ലോ, എന്റെ സ്ഥാനം കളഞ്ഞ് അത് പിടിച്ചെടുക്കാനുള്ള വല്ല പ്ലാനും ആണോ? എടാ മോനെ, അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിലേ നന്നായി ഹാർഡ് വർക്ക് ചെയ്തതുകൊണ്ട് മാത്രം കാര്യമില്ല, നല്ല ഹോൾഡ് വേണം, നമ്മുടെ മുകളിലുള്ള ആൾക്കാരുമായിട്ട് നല്ല ബന്ധവും വേണം. ആ ബന്ധമൊക്കെ നിനക്ക് ഉണ്ടാ. എന്തായാലും എനിക്ക് ഇന്നൊന്ന് നേരത്തെ വീട്ടിലേക്ക് പോകണം. ഒരു കാര്യം ചെയ്യേ, ഞാൻ എന്റെ ഐഡിയും പാസ്വേഡും തരാം, എന്റെ കുറച്ച് ജോലികളുണ്ട്, അത് നീ ഒന്ന് ചെയ്തു വെക്കണം എന്ന് പറയണം. ആയിക്കോട്ടെ എന്ന് റോബിൻ പറയാണ് കേട്ടോ. പിന്നീട് റോബിൻ ആ ഒരു ജോലി ചെയ്യാൻ നിൽക്കുമ്പോൾ ടോം അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ടോം ഇപ്പൊ റോബിനോട് ചോദിക്കാണ്, അല്ല നീ ഇപ്പോ നിന്റെ ജോലിയും ബോസിന്റെ ജോലിയും കൂടെ ചെയ്യേണ്ട അവസ്ഥയാണല്ലോ, നിങ്ങൾ എന്തായാലും മാറിക്ക്, ഞാനത് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ടോം വന്നിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് മാനേജറുടെ ഐഡിയും പാസ്വേഡാണ് കയ്യിലുള്ളത്. സോ ബാങ്കിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഇവർക്ക് അറിയാൻ കഴിയും. ആ സമയത്ത് ടോം ചുമ്മാ ഒരു കാര്യം നോക്കിയതാണ്. അപ്പോഴാണ് ഒരു കാര്യം കാണുന്നത്. ഇപ്പൊ ടോം റോബിനോട് പറയണ്, റോബിനെ നീ ഇപ്പൊ എന്തിനാണ് ശരിയും കഷ്ടപ്പെടുന്നത്, കുറച്ചും കൂടെ ഉയർന്ന ഒരു പോസ്റ്റ് ഇവിടെ കിട്ടാൻ വേണ്ടിട്ടല്ലേ? അതേന്ന് റോബിനും പറയുന്നുണ്ട്. ഇപ്പൊ ടോം റോബിന് ഷോക്ക് ആക്കുന്ന രീതിയിൽ ഒരു കാര്യം പറയണ്, എടാ ഇവിടുത്തെ AI അനലൈസും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നിന്റെ ആ ഒരു പെർഫോമൻസ് ലെവൽ വളരെ ലോ ആണ്. അതായത് അധികം വൈകാതെ നിന്നെ പിരിച്ചുവിടും എന്നാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഈ കാര്യം ആ ഒരു മാനേജർക്ക് നേരത്തെ അറിയാം. അത് വെച്ചാണ് നമ്മുടെ റോബിനെ കളിയാക്കിയതും. ഇപ്പൊ റോബിൻ വന്നിട്ട് സിസ്റ്റം ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ശരിയാണ്. അതായത് റോബിന് കിട്ടേണ്ട ഒരുപാട് ഫണ്ടും ബോണസും കാര്യങ്ങളൊക്കെ അവർ കട്ട് ചെയ്തിരിക്കുകയാണ്. അധികം വൈകാതെ അവനെ പിരിച്ചുവിടുകയും ചെയ്യും. ശരിക്കും റോബിന്റെ കൈയും കാലും തളരുന്നത് പോലെ തോന്നുകയാണ് കേട്ടോ. കാരണം ഈ ജോലി പോയി കഴിഞ്ഞാൽ വേറെ എന്ത് ചെയ്യും? ജീവിക്കാൻ ഒരു നിവൃത്തി ഉണ്ടാവില്ല. ഇപ്പൊ റോബിനെ ടോം വന്ന് ആശ്വസിപ്പിക്കുകയാണ്. സാറേ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഈ കമ്പനിക്കാരൊക്കെ അങ്ങനെ തന്നെയാണ്, നമ്മൾ എത്ര പട്ടിയെ പോലെ പണിയെടുത്തിട്ടും കാര്യമില്ല, അവർക്ക് ലാഭമുള്ള രീതിയിലല്ലേ ഓരോ കാര്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകുള്ളൂ. സാറേ ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മൾ എന്തിനാ ഈ കമ്പനിക്ക് വേണ്ടി ഇത്ര ആത്മാർത്ഥമായി പണിയെടുക്കുന്നത്? നമ്മളോട് കൂറ് കാണിക്കാത്ത കമ്പനിയോട് നമ്മൾ കൂറ് കാണിക്കേണ്ട ആവശ്യമുണ്ടോ? ഞാനൊരു കാര്യം സാറിനോട് പറയട്ടെ, അതായത് മരിച്ചുപോയ ആൾക്കാരുടെ ഡെഡ് അക്കൗണ്ടുകൾ ഇവിടെ ഒരുപാടുണ്ട്. സോ അങ്ങനത്തെ ഡെഡ് അക്കൗണ്ടുകളിലെ മണി എത്രയാ നോക്കുകയാണെങ്കിൽ ഏകദേശം $10 ബില്യൺ മുകളിലുണ്ടാവും. മരിച്ചവരുടെ ആരെങ്കിലും വന്ന് ആ ഒരു ഫണ്ട് എടുത്തിട്ടില്ലെങ്കിൽ പിന്നീട് ആ ഒരു ഫണ്ട് കിട്ടാൻ പോകുന്നത് ബാങ്കിനാണ്. അതുകൊണ്ട് സാറേ നമുക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടോ? സാറേ ഞാൻ ഒരു കാര്യം പറയട്ടെ, പറ്റുകയാണെങ്കിൽ അങ്ങനെയുള്ള അക്കൗണ്ടുകളിൽ നിന്നും ഒരു ഇച്ചിരീച്ച കാശ് നമുക്ക് എടുത്താലോ? അതിപ്പോ ബാങ്കും അറിയാൻ പോകുന്നില്ല, ഇനിയിപ്പോ ആ കാശ് തേടി ഈ മരിച്ചവരുടെ ആരും ഇങ്ങോട്ട് വരാനും പോകുന്നില്ല. അതായത് ഡെഡ് ആയി കിടക്കുന്ന അക്കൗണ്ടിന്റെ കാര്യം കേട്ടോ സാറേ ഞാൻ പറയുന്നത്. ഈ സമയത്ത് റോബിൻ പറയുന്നുണ്ട്, എന്റെ പൊന്നു ടോമേ, എനിക്കൊരു ഭാര്യയുണ്ട്, മകളുണ്ട്, ഞാൻ ഇല്ലാതായിട്ടുണ്ടെങ്കിൽ അവര് തെരുവിലിറങ്ങി തെണ്ടേണ്ടി വരും. ഇമാതിരി ഓരോ ഐഡിയ ആയിട്ട് നീ വെറുതെ എന്റെ അടുത്തേക്ക് വരാൻ നിൽക്കണ്ട കേട്ടോ. ഇതേ സമയത്ത് ടോം പറയുന്നുണ്ട്, സാറിന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്, സാറിന് ഇപ്പൊ കാശ് ആവശ്യമില്ലേ? മകളെ സ്കൂളിൽ വിടണ്ടേ? അതും നല്ല സ്കൂളാണ്, നല്ല ഫണ്ട് വേണം, നിങ്ങളുടെ കയ്യിൽ കാശുണ്ടാ? അതുപോലെ തന്നെ നിങ്ങൾ ആരോടെ ഈ ആത്മാർത്ഥത കാണിക്കുന്നത്? ഈ കമ്പനിയോടോ? ഈ കമ്പനിയിൽ നിന്ന് നിങ്ങളെ പിരിച്ചുവിടാൻ പോവുകയാണ്. പിന്നെ എങ്ങനെ നിങ്ങൾ ജീവിക്കും? തെരുവിലിറങ്ങി തെണ്ടാ നിൽക്കുമോ നിങ്ങൾ? സാറേ അതുകൊണ്ട് ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങളൊന്ന് കേക്ക്, ഞാനൊരു അക്കൗണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ, നിങ്ങൾ വാന്ന് പറഞ്ഞിട്ട് ടോം ഇപ്പൊ റോബിനെ കൂട്ടിക്കൊണ്ടിട്ട് കാണിച്ചു കൊടുക്കാൻ. അതായത് ബെന്നത്ത് എന്ന് പറഞ്ഞ ആ ഒരു സ്ത്രീയുടെ അക്കൗണ്ടാണിത്. കഴിഞ്ഞ 3 വർഷം മുന്നെയാണ് ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ആക്കിയിരിക്കുന്നത്. പല തവണയായിട്ട് ബെന്നത്ത് വന്നിട്ട് ഇതിൽ ഒരുപാട് കാശ് ഇട്ടിട്ടുണ്ട്. ചെറിയ എമൗണ്ട് ഒന്നും അല്ല, $30 മില്യൺ ആണ് സാറേ. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ ബെന്നത്ത് കഴിഞ്ഞൊരു 3 മാസം മുന്നേ മരണപ്പെട്ടു പോയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അവര് മരിച്ച കാര്യം അറിയുന്നത് തന്നെ 1 മാസത്തിന് ശേഷമാണ്. അതിന്റെ അർത്ഥം എന്താ സാറേ? അവർക്ക് ആരുമില്ല, കൂട്ടുകാരുമില്ല, അതുപോലെ തന്നെ ഫാമിലി ഇല്ല. എന്തായാലും ഇച്ചിരി സമയം കൂടെ കഴിഞ്ഞാൽ ഈ കാശ് മുഴുവനായിട്ട് എടുക്കാൻ പോകുന്നത് ബാങ്കാണ്. അവരിതാർക്കും കൊടുക്കാൻ പോകുന്നില്ല. അതിനു മുന്നേ സാറേ നമുക്ക് ആ കാശ് എങ്ങനെയും എടുത്തൂടെ? നമുക്ക് നന്നായിട്ട് ജീവിച്ചൂടാ കാശുകൊണ്ട്. എന്നാൽ ഈ സമയത്ത് റോബിൻ പറയുന്നത്, ടോമെ എനിക്ക് കാര്യം മനസ്സിലായടാ. അതായത് നമ്മൾ ഈ ഒരു മോഷണത്തിലെങ്ങാനും പിടിക്കപ്പെട്ട് കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മുടെ ജോലി മാത്രമല്ല പോവുക, നമ്മൾ രണ്ടുപേരും ജയിലിലും കൂടെ പോവും. ഈ നേരം ടോം പറയണത്, സാറേ എങ്ങനെയാ നമ്മൾ ജയിലിൽ പോവാ? ഇതൊരു പ്രശ്നമായാലല്ലേ? ഇനിയിപ്പോ ആരെങ്കിലും കംപ്ലൈന്റിന് വന്നാലല്ലേ ഈ കാര്യം പുറത്തറിയുള്ളൂ. ആരും കംപ്ലൈന്റുമായിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ പോകുന്നില്ല സാറേ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഈ നേരത്ത് റോബിൻ പറയണത്, മിക്കവാറും നീ എന്നെ കള്ളനാക്കും ടോമെ. ഇതേ സമയം ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെ ഞെട്ടിക്കുന്ന ഒരു കാര്യം അവിടെ നടക്കുകയാണ്. അതായത് ഈ ബാങ്കിന്റെ ബിൽഡിംഗ് ഉണ്ടല്ലോ, ഇതിന്റെ മുകളിൽ നിന്നും താഴേക്ക് ഒരാൾ എടുത്തു ചാടി ആത്മഹത്യ ചെയ്യാണ്. മറ്റാരുമല്ല, കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഇവിടുന്ന് പിരിച്ചുവിട്ട കുറച്ച് പ്രായമുള്ള ഒരു ചേട്ടനുണ്ടല്ലോ, മൂപ്പര് തന്നെ. ആ പ്രായത്തിൽ ഒരു ജോലിയും കിട്ടിയില്ല, ജീവിക്കാൻ യാതൊരു നിവൃത്തിയില്ല. ആ മനുഷ്യൻ അതുകൊണ്ടാണ് ഇവിടെ വന്ന് ആത്മഹത്യ ചെയ്തത്. ഈ സിറ്റി ലൈഫ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര എന്തോ എനിക്കെന്തോ അവിടെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പൊ നമ്മുടെ നാട്ടിലേക്കാണെങ്കിൽ ജോലിയൊക്കെ പോയാൽ വല്ല കൂലിപ്പണി എടുത്ത് ജീവിക്കാലോ അല്ലേ? എന്തായാലും
എന്തായാലും നമ്മുടെ റോബിന് ഈ ഒരു കാര്യം ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. അതായത് ഈ ഒരു അവസ്ഥ എനിക്കും വരുമോ, ഞാൻ ഇതുപോലെ ആത്മഹത്യ ചെയ്യേണ്ടി വരുമോ? സ്കൂളിലെ ആ ഒരു ലിസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോഴും ഈ റോബിന്റെ മകളുടെ ആ ഒരു പേര് എന്ന് വെച്ചാൽ റെഡ് ലിസ്റ്റിലാണ്. അതായത് അഡ്മിഷൻ കിട്ടാൻ പോകുന്നില്ല. സോ മാനസികമായിട്ട് റോബിൻ ആകെ തളർന്നിരിക്കുകയാണ്. ജോലി പോകും, അതുപോലെ മകളെ ഇഷ്ടപ്പെട്ട ഒരു സ്കൂളിലേക്ക് അയക്കാൻ പറ്റുന്നില്ല. സോ വളരെയധികം ഫ്രസ്ട്രേറ്റിംഗ് ആണ് അവനിപ്പോ. അങ്ങനെ അറ്റ് ലാസ്റ്റ് റോബിൻ അവിടെ വെച്ച് തീരുമാനിക്കുകയാണ്, യെസ്, ടോം പറഞ്ഞ ഒരു കാര്യം ഞാൻ ചെയ്യാൻ പോവുകയാണ്. കമ്പനി എനിക്കായിട്ട് ഒരു തേങ്ങയും തരുന്നില്ല, അതുകൊണ്ട് കമ്പനിയോട് ഞാൻ എന്തിനാ കൂറ് കാണിക്കുന്നത്? പിറ്റേ ദിവസം ഓഫീസിൽ പോയ പാട് തന്നെ റോബിൻ ചെയ്യുന്നത് ഇനാക്റ്റീവ് ആയി കിടക്കുന്ന ബെന്നത്തിന്റെ അക്കൗണ്ട് ഉണ്ടല്ലോ, അത് ആക്റ്റീവ് ആക്കുകയാണ്. ഇനി ബെന്നത്തിന്റെ അക്കൗണ്ടിൽ നിന്നും ഇവർക്ക് വേണമെങ്കിൽ ക്യാഷ് റിലീസ് ചെയ്യാം. അസിസ്റ്റന്റ് മാനേജർ ആയതുകൊണ്ട് തന്നെ റോബിന് ഒരു ലിമിറ്റ് ഉണ്ട്. $1 മില്യൺ മാത്രമേ ഇപ്പൊ പിൻവലിക്കാൻ കഴിയുള്ളൂ. പക്ഷെ ഇപ്പൊ തന്നെ അത്രയും ഫണ്ട് റിമൂവ് ആക്കിയിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലും സംശയം തോന്നും. അതുകൊണ്ട് തന്നെ ഇപ്പൊ ടോമിനോട് കാര്യങ്ങൾ പറയണേ, എടാ ആദ്യം ഒരു കാര്യം ചെയ്യും, ഒരു $20,000 മാത്രം നീ തൽക്കാലം പിൻവലിക്ക്, ബാക്കി നമുക്ക് പിന്നീട് നോക്കാന്ന് പറയണം. പറഞ്ഞതുപോലെ തന്നെ ടോം ഒരു $20,000 പിൻവലിക്കുന്നുണ്ട്. സോ ചെറുതാണെങ്കിലും ആ ഒരു എമൗണ്ട് കയ്യിൽ കിട്ടിയപ്പോൾ മിഷൻ സക്സസ് ആയല്ലോ. അതുകൊണ്ട് തന്നെ ടോം ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെ ആ ഒരു കാശുമായിട്ട് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ആ സ്ട്രീറ്റിൽ വെച്ച് ടോമിനെ ആരും ഒരാൾ അറ്റാക്ക് ചെയ്യാണ്. ബൈക്ക് അടിച്ച് വീഴ്ത്തി നിലത്ത് വീണ ടോമിനെ ഒരു 3-4 റൗഡീസ് വന്നിട്ട് നല്ല കുത്തുന്നുണ്ട് കേട്ടോ. അടി കൊണ്ട് അവൻ അവിടെ നിലത്ത് കിടന്ന് പെടയാണ്. സംഭവം എന്താന്ന് വെച്ചാൽ ടോമിന് അല്പം ലക്ഷറിയസ് ആയിട്ടുള്ള ലൈഫിനോടൊക്കെ താല്പര്യമുണ്ട്. അപ്പൊ കാറുമായിട്ടുള്ള എന്തോ ഒരു ഇടപാടിന് വേണ്ടിയിട്ട് ഒരു ലോക്കൽ റൗഡിയുടെ കയ്യിൽ നിന്ന് ഇതുപോലെ കാശ് കടം വാങ്ങിയതാ. പിന്നെ കാറ് കൊടുത്തു, കാറിന് എന്തൊക്കെയോ പറ്റി. ആ പ്രശ്നത്താൽ ആ ഫണ്ടൊന്നും കൊടുക്കാനും പറ്റിയില്ല, കാറും ഇല്ല, എല്ലാം കൂടെ ഒരുമാതിരി ആകെ കുഴഞ്ഞ അലമ്പായ ഒരു അവസ്ഥ. അപ്പൊ കാശ് കിട്ടാത്തതുകൊണ്ടാണ് ലോക്കൽ റൗഡിയുടെ ആൾക്കാർ ഇങ്ങോട്ടേക്ക് വന്നിട്ട് ടോമിനെ ഇമ്മാതിരി പെടപിടിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് കാശ് കൊടുക്കണം എന്നും പറയുന്നുണ്ട്. സോ ടോം വേഗം തന്നെ റോബിന്റെ അടുത്തേക്ക് വന്നിട്ട്, സാറേ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു ഫണ്ട് എങ്ങനെയെങ്കിലും എടുക്കണം എന്ന് പറയണം. അപ്പൊ റോബിൻ പറയണേ, എടാ എനിക്കും ഫണ്ട് ആവശ്യമുണ്ട്, പക്ഷേ ഒറ്റയടിക്കത് നടക്കില്ല, എന്തായാലും നമുക്കത് നോക്കാന്ന് പറഞ്ഞിട്ട് നേരെ മാനേജറുടെ അടുത്തേക്ക് റോബിൻ ചെല്ലുകയാണ് കേട്ടോ. ആ സമയത്ത് തന്നെ മാനേജർ ഒരു കാര്യം പറയുന്നുണ്ട്, എടാ അന്ന് എന്റെ ജോലി ചെയ്യാൻ വേണ്ടി ഞാൻ എന്റെ ഐഡിയും പാസ്വേഡും തന്ന സമയത്ത് നീ എടുത്ത കുറച്ച് ഡാറ്റാസ് ഒക്കെ ചെക്ക് ചെയ്തല്ലേ, മറ്റേ ആ ഒരു AI റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ, അതിനുള്ള പെർമിഷൻ ഞാൻ നിനക്ക് തന്നായിരുന്നോ? തന്നിട്ടില്ലായിരുന്നല്ലോ, പിന്നെ എന്തിനാ നീ അത് നോക്കിയത്? ഈ കാര്യം ഞാൻ മുകളിലേക്ക് റിപ്പോർട്ട് ചെയ്യണ്ടെങ്കിൽ എന്റെ ജോലി ഒരുവിധം നീ തന്നെ ചെയ്തു തീർത്തെന്ന് പറയണം. അതായത് റോബിനെ മാനേജർ ബ്ലാക്ക് മെയിൽ ചെയ്യണം കേട്ടോ. റോബിൻ ഒന്ന് പകച്ചു പോവാണ്. എന്തായാലും വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് റോബിൻ ഇപ്പൊ മാനേജറുടെ ഒരു ജോലി ചെയ്ത് നിൽക്കുകയാണ്. ആ സമയത്താണ് അന്ന് ആ ഒരു $20,000 റിമൂവ് ആക്കിയല്ലോ, അതിന്റെ ആ ഒരു മെയിൽ മാനേജർക്ക് പോയിട്ടുണ്ട്. എന്തോ ഭാഗ്യത്തിന് അയാൾ അത് തുറന്നു നോക്കിയില്ല. വേഗം തന്നെ റോബിൻ ആ ഒരു ഇമെയിൽ ഡിലീറ്റ് ആക്കുകയാണ്. സോ ഇപ്പോ ഈ ടൈമിൽ ആ $1 മില്യൺ റിമൂവ് ആക്കിയിട്ടുണ്ടെങ്കിൽ ആ മെയിൽ ഇപ്പൊ ഇതിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ നമുക്ക് ആ ഒരു മെയിൽ ഡിലീറ്റ് ആക്കാനും പറ്റും. സോ ടോമിനോട് റോബിൻ പറയാണ് ആ $1 മില്യൺ റിമൂവ് ആക്കിയേക്കുന്നത്. സോ ടോം ക്യാഷർ ആണല്ലോ, ആ ഫണ്ട് അവർ റിലീസ് ആക്കുകയാണ്. അപ്പൊ തന്നെ അതിന്റെ ഒരു കൺഫർമേഷൻ മെയിൽ വരുമല്ലോ, അത് ഈ മാനേജർക്കാണല്ലോ വരിക. അതിപ്പോ ആക്സസ് നമ്മുടെ റോബിൻ ഉണ്ട്. സോ അവൻ അപ്പൊ തന്നെ ആ ഒരു മെയിൽ ഡിലീറ്റ് ആക്കുന്നുണ്ട്. അങ്ങനെ ഇവരുടെ കയ്യിലേക്ക് $1 മില്യൺ എത്തിക്കഴിഞ്ഞു. ഇതിനുശേഷം ഇവിടെ ഒന്നും അല്ല കേട്ടോ, വേറെ ഏതോ ഒരു സ്ഥലം കുറച്ച് അകലെയാണ്. അവിടെ ഇപ്പൊ ഒരു കാർഡ് കാണിക്കുകയാണ്. കാർഡിന്റെ ഉള്ളിലേക്ക് ഒരു കാറ് വരുന്നുണ്ട്. ആ കാറിന്റെ ഉള്ളിൽ നിന്നും ഇപ്പോ 2 ആൾക്കാർ വരുന്നുണ്ട്. ആ 2 പേരും കൂടെ ഡിക്കിയിൽ നിന്ന് ഒരുത്തിനെ പുറത്തേക്ക് വലിച്ചിടുകയാണ്. പിന്നെ അങ്ങോട്ടേക്ക് അയാളെ ക്രൂരമായിട്ട് തന്നെ അടിക്കുന്നുണ്ട് കേട്ടോ. ഇയാളൊരു പലിശക്കാരനാണ്. ആളുടെ പേര് സാമുവൽ. മറ്റേ ആള് ഇയാളുടെ റൈറ്റ് ഹാൻഡ് ആയിട്ടുള്ള വാൾട്ടറും. ഈ സാമുവലിന്റെ പലിശയും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യാൻ പോകുന്ന ആളാണ് ഇവർ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ പലിശ കളക്ട് ചെയ്തിട്ട് ആ ഫണ്ട് കൊണ്ട് അവൻ മുങ്ങാൻ നോക്കി. ഇവന്മാര് കൈയോടെ പൊക്കി ഇപ്പൊ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ഒരു ദയം കാരണമില്ലാത്ത ആളാണ് ഈ സാമുവൽ. സോ അയാളുടെ കാശ് കക്കാൻ നോക്കിയാൽ അയാൾ വെറുതെ ഇരിക്കുമോ? അയാൾ കണ്ണുകൊണ്ട് വാൾട്ടറിനോട് ഒരു കാര്യം കാണിക്കുന്നുണ്ട്. അപ്പൊ തന്നെ വാൾട്ടർ എന്താ ചെയ്യുന്നതെന്ന് അറിയോ? ഈ കാറിന്റെ ഡോറ് പിടിച്ച് ആ മനുഷ്യന്റെ തലക്കിട്ട് ഒരു 4-5 തവണ ടേ 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 എന്നിട്ട് അങ്ങോട്ട് അടിക്കുകയാണ്. ആ മനുഷ്യന്റെ തല പൊളിഞ്ഞ് അയാൾ അവിടെ വീഴുകയാണ്. മാത്രമല്ല അവർ കുടിച്ചുകൊണ്ടിരിക്കുന്ന ഇച്ചിരി മദ്യം ഉണ്ടല്ലോ, അത് അയാളുടെ ബോഡിയിലേക്ക് ഒഴിച്ച് പച്ചക്ക് തീ കൊളുത്തുകയാണ്. അപ്പൊ ഇതിലൂടെ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, സാമുവൽ വാൾട്ടർ 2 കണ്ണിച്ചോരയില്ലാത്ത, എന്തും ചെയ്യാൻ മടിയില്ലാത്ത ക്രിമിനൽസ് ആണെന്ന്. എന്തായാലും ഇവരവിടുന്ന് തിരിച്ചു പോകുന്ന സമയത്ത് ഈ സാമുവൽ ഉണ്ടല്ലോ, ഇയാളുടെ റൈറ്റ് ഹാൻഡ് ആയിട്ടുള്ള വാൾട്ടറിനോട് ഒരു കാര്യം പറയുന്നുണ്ട്, എടാ ചെറിയൊരു പ്രശ്നമുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ എന്റെ വീട്ടിൽ ജോലി ചെയ്ത ബെന്നത്ത് എന്ന് പറഞ്ഞൊരു സ്ത്രീയുണ്ട്. അപ്പൊ ഒരുപാട് കാശ് എന്റെ അക്കൗണ്ടിൽ തന്നെ ഇങ്ങ് ഇട്ട് കഴിഞ്ഞാൽ ടാക്സിന്റെയും പോലീസിന്റെ ഭാഗത്തുനിന്നൊക്കെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവും. അതുകൊണ്ട് കുറച്ച് ഫണ്ട് ഞാൻ അവരുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് ഒരു $30 മില്യൺ ആണ്. പക്ഷെ അവരുടെ അക്കൗണ്ടിൽ കാശ് കയറി എന്ന് കണ്ടപ്പോൾ അവള് പെട്ടെന്ന് മുങ്ങി. ഇന്ന് വരെയായിട്ടും എനിക്ക് അവളെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. പക്ഷെ ഈ അടുത്ത് ഞാനൊരു വാർത്ത കേട്ടു, ഒരു 3 മാസം മുന്നേ ബെന്നത്ത് മരണപ്പെട്ടു എന്ന്. ഇപ്പോഴും അവളുടെ അക്കൗണ്ടിൽ ആ ഒരു കാശ് ഉണ്ടാവും. നമുക്ക് എന്തായാലും അവളുടെ അക്കൗണ്ടിൽ നിന്നും ആ ഒരു കാശ് എടുക്കണം. അതിന് വലിയ പണിയൊന്നുമില്ല. ഈ ബെന്നത്തിന് ഒരു മകളുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്, പേരെന്തോ സാൻസ അങ്ങനെ എന്തോ ആണ്. സോ അവളെയും കൂട്ടിക്കൊണ്ടുപോയിട്ട് ആ ഒരു ഫണ്ട് ബാങ്കിൽ നിന്ന് റിലീസ് ചെയ്താൽ മതി എന്ന് പറയാണ്. ഇത് കേട്ട സമയത്ത് ഈ സാമുവലിന്റെ റൈറ്റ് ഹാൻഡ് ആയിട്ടുള്ള വാൾട്ടർ ഉണ്ടല്ലോ, ആൾ അത്ര നല്ല പുള്ളിയൊന്നും അല്ല. സാമുവൽ ഈ കാര്യം പറഞ്ഞപ്പോൾ അവന്റെ ഉള്ളിലും അതിമോഹം കൂടുകയാണ്. ആഹാ, ഇത്ര എളുപ്പമാണ് ആ ഒരു കാശ് എടുക്കല്, എങ്ങനെയാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് അത് എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് ഇവൻ എന്ത് ചെയ്തു, ഇവൻ കാർ ഒരു ഭാഗത്ത് നിർത്തിയിട്ട് കാറിന്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇവന്റെ ബോസ് ആയിട്ടുള്ള സാമുവലിനെ വലിച്ചു പുറത്തേക്ക് ഇടുകയാണ്. പിന്നീട് അവിടെ വെച്ച് ആ മനുഷ്യനെ തല്ലിക്കൊന്ന് അയാളെ പച്ചക്ക് തീയും കൊളുത്തി അയാളുടെ വണ്ടിയും കത്തിച്ച് ബെന്നത്തിന്റെ മകളായിട്ടുള്ള സാൻസിയെ
തേടി പോവാണ്. കാരണം ആ കാശ് മുഴുവൻ ഒറ്റയ്ക്ക് ഈ വാൾട്ടറിന് എടുക്കാനായിട്ട്. സോ വാൾട്ടറിന്റെ സ്വഭാവം മനസ്സിലായല്ലോ, അവന്റെ ബോസിനേക്കാൾ ക്രൂരനാണ് അവൻ. ഇതിനുശേഷം നമ്മുടെ റോബിനെയും ടോമിനെയും കാണിക്കാണ്. അതായത് അവര് ബാങ്കിൽ നിന്ന് $1 മില്യൺ ഇപ്പൊ പിൻവലിച്ചല്ലോ. സോ രണ്ടുപേരും അത് പപ്പാതിയാക്കിയിട്ട് എടുക്കുകയാണ്. എന്നിട്ട് ആ ഒരു കാശുമായിട്ട് റോബിൻ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പോഴേക്കും ഒരു കുറ്റബോധം ഉണ്ട് കേട്ടാ, ചെയ്തത് എന്തോ തെറ്റാണെന്ന്. പക്ഷെ വീട്ടിലേക്ക് വന്ന് കയറി മോളുടെ മുഖം കണ്ടപ്പോ ഇല്ല, ഇത് കുറ്റബോധമൊന്നും തോന്നേണ്ട കാര്യമില്ല, അവളുടെ ഭാവിക്ക് വേണ്ടി ഞാൻ റിസ്ക് എടുത്തേ മതിയാവുള്ളൂ എന്ന് റോബിൻ തീരുമാനിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ടോം ആണെങ്കിൽ ആ കാശുമായിട്ട് നേരെ പോകുന്നത് ലോക്കൽ റൗഡിന്റെ അടുത്തേക്കാണ്. കാരണം അയാൾക്ക് കാശ് കൊടുക്കാണ്ടല്ലോ. എന്നാൽ ആ കാശൊന്നും അയാൾക്ക് കൊടുക്കാൻ മതിയാവില്ല. അതുപോലെ തന്നെ ലോക്കൽ റൗഡി ചോദിക്കാണ്, എല്ലടാ നിനക്ക് 2 പെട തന്നപ്പോ ഇത്ര പെട്ടെന്ന് കാശ് എവിടെ നിന്നാ വന്നത്? എന്നാ പിന്നെ 2 കൂടെ എക്സ്ട്രാ തന്നാല് ബാക്കിയുള്ളതും കൂടെ നീ വേഗം കൊണ്ടുതരുമല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരാവശ്യമില്ലാതെ വീണ്ടും ടോമിനെ അവർ അവിടെ ഇട്ട് പഞ്ഞിക്കിടുകയാണ്. അതുപോലെ തന്നെ റോബിൻ അവന്റെ കയ്യിൽ കിട്ടിയ ഒരു ഫണ്ട് ഉപയോഗിച്ച് സ്കൂളിൽ ഡൊണേഷൻ കൊടുക്കുകയാണ്. സോ ഇനിയത്തെ കാര്യം ടെൻഷനൊന്നുമില്ല, അവന്റെ മോൾക്ക് അഡ്മിഷൻ ഏകദേശം നോക്കുകയാണ്. സോ റോബിന് ഭയങ്കരമായിട്ട് സന്തോഷമായി. അവന്റെ ഒരുപാട് നാളത്തെ ആഗ്രഹം അതിപ്പോ സാധിക്കുകയാണ്. എന്തായാലും മകളുടെ സ്കൂൾ ഫീസും കാര്യങ്ങളൊക്കെ റെഡി ആയതുകൊണ്ട്, അഡ്മിഷൻ റെഡി ആയതുകൊണ്ട് റോബിൻ നല്ല ഹാപ്പിയിലിരിക്കുകയാണ്. ആ സമയത്തുണ്ട് ടോമെ വിളിക്കുന്നത്, സാറേ എനിക്ക് അർജന്റ് ആയിട്ട് കുറച്ചുകൂടെ കാശ് വേണമെന്ന് പറയുന്നത്. റോബിൻ പറയുന്നത്, ടോമെ ഇതെന്താ നീ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? ഇത് നമ്മുടെ അക്കൗണ്ടായിട്ടാണോ തോന്നുമ്പോൾ പോയിട്ട് എടുക്കാനായിട്ട്? ഇപ്പൊ എന്തായാലും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാണ്. അതുപോലെ തന്നെ മകളുടെ ആ ഒരു ഡൊണേഷൻ ഫീസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം റോബിന്റെ കയ്യിൽ കുറച്ച് കാശ് ബാക്കിയായിട്ടുണ്ട്. പക്ഷെ അത് അവന്റെ അക്കൗണ്ടിലോ അല്ലെങ്കിൽ അവന്റെ ഭാര്യയുടെ അക്കൗണ്ടിലോ ഇട്ട് വെച്ചാൽ പ്രശ്നമാവും. അപ്പൊ അതിനായിട്ട് എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കണ്ടേ? അതിനായിട്ട് നൈറ്റ് കാറെടുത്ത് പതിയെ ഇറങ്ങുകയാണ് കേട്ടോ. അതായത് സ്ട്രീറ്റിൽ പാവപ്പെട്ട ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കി നടക്കുന്ന സമയത്ത് ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയെ കാണുകയാണ്. അവളെ കണ്ടാൽ തന്നെ അറിയാം ഒരു പാവം പിടിച്ച പെണ്ണാണ്. ഇപ്പൊ അവളുടെ അടുത്തേക്ക് റോബിൻ നൈസായിട്ട് ചെന്നിട്ട് ഒരു കാര്യം ചോദിക്കുന്നുണ്ട്, നിന്റെ പേരിൽ ഞാനൊരു അക്കൗണ്ട് എടുക്കാൻ വേണ്ടി പോവാണ്, നീ ഓക്കെ ആണോ? നല്ലൊരു തുക നിനക്ക് പാരിതോഷികമായിട്ട് കിട്ടുന്നു പറയാണ്. ഇപ്പോ അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതിൽ ഈ പെൺകുട്ടിക്ക് എന്താ പ്രശ്നം? അവൾക്ക് കാശും കിട്ടുമല്ലോ. അവൾ ഓക്കെ പറയാണ്. പിന്നീട് അവളുടെ ID കാർഡ് ഉപയോഗിച്ചുകൊണ്ട് റോബിൻ ഒരു അക്കൗണ്ട് ഓപ്പൺ ആക്കുകയാണ്. അവൾക്ക് ചെറിയൊരു എമൗണ്ട് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്ന് റോബിൻ കയ്യിലുണ്ടായിരുന്ന ഗണ്ണെടുത്ത് ആ പെൺകുട്ടിയുടെ നേരെ ചൂണ്ടിയിട്ട് പറയണേ, ഇനിയെങ്ങാനും ഈ അക്കൗണ്ടിൽ നിന്ന് നീ കാശ് എടുത്തിട്ടുണ്ടെങ്കിൽ നിന്റെ അഡ്രസ്സും അറിയാം, നീ എവിടെയാ താമസിക്കുന്നതെന്ന് അറിയാം, തേടി വന്ന് കൊല്ലും ഞാന്ന് പറയണം. ഇതിലാകെ ആ പെൺകുട്ടി പേടിച്ചുപോയി. റോബിൻ കൊടുത്ത കാശുമായിട്ട് ആ പെൺകുട്ടി അവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ് കേട്ടോ. ഇനിയിപ്പോ അവളുടെ പേരിൽ തുറന്ന ആ ഒരു അക്കൗണ്ടിൽ റോബിന് സുഖമായിട്ട് ഇനി കാശ് ഇട്ട് വെക്കാൻ കഴിയും. ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ ഒരു മെഷീൻ വഴി റോബിൻ ആ ഒരു അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാണ്. ഇതേ നേരം തന്നെ ബെന്നത്ത് ഉണ്ടല്ലോ, സിനിമയുടെ ആരംഭത്തിൽ മരിച്ചുപോയ ആ ഒരു ലേഡി, അവരുടെ മകളുടെ വീട് കാണിക്കുകയാണ്, സാൻസയുടെ വീട്. അതായത് ബെന്നത്ത് ഈ കുഞ്ഞിന് ജന്മം നൽകിയ പാടിന്, അതായത് സാൻസയെ വളർത്താനായിട്ട് മറ്റൊരു പാരന്റ്സിന്റെ കയ്യിലെ ഏൽപ്പിച്ചത്. അവരാണ് ശരിക്കും സാൻസയെ വളർത്തിയത്. അവരുടെ അടുത്ത് പോയി അവരുടെ അടുത്ത് നിന്നാണ് സാൻസയുടെ ഇപ്പോഴത്തെ അഡ്രസ്സ് ഇവനക്ക് കിട്ടുന്നത്. ആർക്ക്? വാൾട്ടറിന്. വാൾട്ടർ ഇപ്പൊ സാൻസയെ തേടി അവളുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അവന്റെ ഉദ്ദേശം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇവൻ നേരെ വന്നിട്ട് സാൻസയോട് കാര്യങ്ങൾ പറയാണ്. എനിക്കൊരു ബോസ് ഉണ്ട്, ആളുടെ പേര് സാമുവൽ എന്നാണ്. അയാളുടെ വീട്ടിലായിരുന്നു നിന്റെ അമ്മ ബെന്നത്ത് ജോലി ചെയ്തിരുന്നത്. അവസാനം അവിടുന്ന് പോകുമ്പോൾ കുറച്ച് കാശ് അവിടുന്ന് അടിച്ചു മാറ്റിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്കിപ്പോ ആ ഒരു കാശ് തിരിച്ചു വേണം. അതുപോലെ തന്നെ നിന്റെ അമ്മ മരണപ്പെട്ടിട്ടുണ്ട്. ഇത് കേട്ട സമയത്ത് സാൻസയ്ക്ക് കരയണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വികാരത്തിൽ നിൽക്കണോ എന്ന് മനസ്സിലാവുന്നില്ല. കാരണം എന്താണെന്നറിയോ, അമ്മയോട് തീരെ അവൾക്ക് താല്പര്യമില്ല. ജനിച്ചപ്പോ തന്നെ അവൾ ഉപേക്ഷിച്ചു, വളർത്താനായിട്ട് മറ്റൊരു ടീമിന് കൊടുത്തു. അങ്ങനെ ഇരിക്കെ സ്വന്തം അമ്മയോട് എങ്ങനെയാണ് അവൾക്കൊരു ഇഷ്ടം തോന്നുക, വാത്സല്യം തോന്നുക? എന്നാലും പ്രസവിച്ച അമ്മ മരിച്ചു എന്ന് കേൾക്കുമ്പോൾ ഒരു വേദന ഉണ്ടാവുമല്ലോ. ചെറുതായിട്ട് അവൾക്ക് വിഷമാവുന്നുണ്ട്. ഇപ്പൊ തന്നെ സാൻസ് പറയണം, എന്തായാലും എനിക്ക് കുഴപ്പമില്ല, ആ കാശ് എനിക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് തിരിച്ചു തരാൻ കഴിയുക? ഇപ്പൊ ഈ വാൾട്ടർ പറയണം, നീ ഒന്നും ചെയ്യണ്ട, നിന്റെ അമ്മയുടെ പേരിൽ അവർ ബാങ്ക് അക്കൗണ്ടിൽ അത് നിക്ഷേപിച്ചിട്ടുണ്ട്, എന്റെ കൂടെ വന്ന് അതൊന്ന് എടുക്കാൻ സഹായിച്ചാൽ മതി. സാൻസ് പറയണം, എനിക്ക് കുഴപ്പമൊന്നുമില്ല, എന്റേതല്ലാത്തൊരു കാശ് എനിക്ക് വേണ്ട, ഉറപ്പായിട്ടും നിങ്ങൾക്കത് ഞാൻ എടുത്തു തരാന്ന് പറയണം, നിങ്ങളുടെ കൂടെ വരാമെന്നും പറയുന്നുണ്ട്. ഇതിനുശേഷം റോബിനെ കാണിക്കാണ്. റോബിൻ ഇപ്പൊ ഒരു 8ന്റെ പണി കിട്ടിയിട്ടുണ്ട്. ഒരിക്കലും സംഭവിക്കില്ല എന്ന് വിചാരിച്ചൊരു കാര്യം. അതായത് തെരുവിൽ കണ്ട ആ ഒരു പാവം പെൺകുട്ടിയുടെ പേരിൽ ഒരു അക്കൗണ്ട് എടുത്ത് അതിൽ കാശ് ഇട്ട് വെച്ചായിരുന്നല്ലോ. ഇപ്പൊ അവന് ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നു. ആ അക്കൗണ്ടിൽ നിന്നും സകലമാന എമൗണ്ടും റിമൂവ് ആക്കിയിട്ടുണ്ട്. മറ്റാരുമല്ല, ആ പെണ്ണ് തന്നെ. അവളുടെ അഡ്രസ്സ് കയ്യിലുണ്ടല്ലോ. റോബിന് ഇപ്പൊ ഭയങ്കര ദേഷ്യത്തിൽ അവളുടെ ആ ഒരു അഡ്രസ്സും തേരി നേരെ അങ്ങോട്ടേക്ക് പോവാണ്. അവള് മാത്രമായിരുന്നില്ല ഇപ്പൊ അവിടെ ഉണ്ടായിരുന്നത്. അവളുടെ കൂടെ കുറെ പയ്യന്മാരും അതുപോലെ തന്നെ വേറെയും കുറെ ഗേൾസ് ഉണ്ടായിരുന്നു. ഒരു ഗ്യാങ് ആയിരുന്നു അവരുടെ. ഇപ്പൊ അവൾക്ക് നേരെ ഗണ്ണ് ചൂണ്ടിയിട്ട് മര്യാദകന്റെ കാശ് തിരിച്ചു തന്നെന്ന് പറയണം. ഇപ്പൊ റോബിനോട് ആ ഒരു പെൺകുട്ടി പറയുന്നുണ്ട്, അതെങ്ങനെയാ, എന്റെ അക്കൗണ്ടിലുള്ള കാശ് അതെന്റെ കാശല്ലേ, മര്യാദക്ക് തിരിച്ചു താടി എന്ന് പറഞ്ഞിട്ട് അവൾ അറ്റാക്ക് ചെയ്യാൻ നേരത്ത് ആ കൂട്ടത്തിൽ ഒരു പയ്യൻ വന്നിട്ട് റോബിനെ ചവിട്ടി താഴെ ഇടുകയാണ്. അവന്റെ കയ്യിലെ ഗണ്ണ് മേടിച്ച് താഴേക്ക് ഷൂട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് റോബിനോട് പറയുന്നുണ്ട്, ഇത്തവണ നിന്റെ ദേഹത്തല്ല ഞാൻ ബുള്ളറ്റ് ഇട്ടത്, ഇനി എങ്ങാനും ആ കാശ് ചോദിച്ച് നീ ഇങ്ങോട്ടേക്ക് വന്നാൽ നിന്റെ തലയിലായിരിക്കും ഞാൻ പൊട്ടിക്കുക, അതുകൊണ്ട് സ്ഥലം വിട്ടോ എന്ന് പറയാണ്. എന്തായാലും റോബിൻ ഒരുമാതിരി മൂഞ്ചി അവസ്ഥയിലായി. അതായത് എവിടെയോ കിടക്കുന്ന പാമ്പിനെ വള്ളി ട്രൗസറിന്റെ ഉള്ളിൽ ഇട്ട അവസ്ഥയാവുകയാണ്. കഷ്ടപ്പെട്ട് അടിച്ചു മാറ്റിയ കാശാ, അത് ഈ രീതിയിൽ പോയി. എന്നാൽ ഇനിയും കാശ് എടുക്കാലോ. സോ അതിന് വേണ്ടിയിട്ട് റോബിൻ പതിയെ പോയിട്ട് ബെന്നത്തിന്റെ അക്കൗണ്ട് ഒന്നുകൂടെ ചെക്ക് ചെയ്യാണ്. അപ്പൊ മറ്റൊരു കാര്യം കണ്ട് വീണ്ടും ഷോക്കാവുക. കാരണം ടോം വന്നിട്ട് 4 തവണയായിട്ട് ഓരോ തവണയും $1 മില്യൺ വെച്ചിട്ട് ഇതിന്ന് പിൻവലിച്ചിട്ടുണ്ട്. ഇത് കണ്ട റോബിന് നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ട്. അതായത് റിസ്ക് മുഴുവൻ എടുക്കുന്ന റോബിനും വളരെ നിസാരമായിട്ട് ടോം അത്രയും കാശ് ഇവിടുന്ന് കൊണ്ടുപോവുകയും ചെയ്തു. ആഹാ, കാണിച്ചു തരാം, റിസ്ക് മുഴുവൻ എനിക്കും കാശ് നിനക്കും അല്ലേ. എടാ മോനെ, നീ കടവാവലിനെ കാലേ തൂങ്ങിയിട്ട് ആടാൻ പഠിപ്പിക്കേണ്ട കേട്ടോ. ഇനി നീ എടുക്കുന്നതെന്ന് എനിക്ക്
കാണണല്ലോ എന്നിട്ട് റോബിൻ ചെറിയ 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 തരികിട പരിപാടികളൊക്കെ ചെയ്തിട്ട് ആ അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ടായ ബാക്കി 25 മില്യൺ ഡോളറും ഒരു 3 ട്രാൻസാക്ഷൻ വഴി കാശായിട്ട് തന്നെ പിൻവലിക്കുകയാണ്. ഇത്രയും വലിയൊരു വിഡ്രോവൽ നടന്നാൽ ഉറപ്പായിട്ട് മാനേജറുടെ അക്കൗണ്ടിലേക്ക് മെയിൽ പോവുമല്ലോ. മെയിൽ പോയി മാനേജർ അത് കാണുകയാണ്. ഇതേ നേരം റോബിൻ ഒരു ബാഗിൽ മുഴുവനും ആ ഒരു കാശ് ഫില്ല് ചെയ്തുകൊണ്ട് നേരെ പുറത്തേക്ക് ഇറങ്ങണം. പെട്ടെന്ന് തന്നെ മാനേജർ വന്നിട്ട് അവനെ പിടിക്കുന്നുണ്ട്. റോബിനോട് അപ്പൊ തന്നെ മാനേജർ പറയുന്നുണ്ട്, റോബിനെ നീ ഈ കാണിച്ചത് അത് എത്ര ഗൗരവമുള്ള കാര്യമാണെന്ന് നിനക്കറിയോ? എന്താടാ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നില്ലേ, എന്തുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നിയത്? ഇപ്പൊ റോബിൻ ഒറ്റയടിക്ക് പറയാണ്, അറിയാം എന്നെ പോലെ കഷ്ടപ്പെടുന്ന ഇവിടെയുള്ള എംപ്ലോയീസിന് വേണ്ടിയിട്ട് നിങ്ങളുടെ കമ്പനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. എനിക്കറിയാം നിങ്ങൾ എയുടെ ആ ഒരു ഡാറ്റാബേസ് ഉപയോഗിച്ച് എന്നെ ഇവിടുന്ന് പുറത്താക്കാൻ പോവുകയാണെന്ന്. സാറേ എനിക്കും ജീവിക്കണം. ഈ കമ്പനിക്ക് വേണ്ടി ഒരുപാട് വർക്ക് ചെയ്ത് എന്നെ നിങ്ങൾ പുല്ല് പോലെ കളയാൻ പോവാ. എനിക്ക് എന്റെ മോളെ പഠിപ്പിക്കണം. ഇത് കേട്ടപ്പോൾ മാനേജർ പറയണത്, നീ ആരടാ, അംബാനിയുടെ മോനോ? നിന്റെ മകൾ അത്രയും വലിയ സ്ഥലത്തൊക്കെ കൊണ്ടുപോയി പഠിപ്പിക്കാനായിട്ട്? എടാ നിന്റെ റേഞ്ചിന് അതൊക്കെ വേണോ? ഇത് കേട്ടപ്പോൾ റോബിന് ഒരു ഇത്തിരി ദേഷ്യം വരികയാണ്. റോബിൻ പറയാണ്, സാറേ അത് സാറ് നോക്കേണ്ട ആവശ്യമില്ല, അതെന്റെ ചോയ്സ് ആണ്. അല്ല ഈ മരിച്ച ആളുടെ അക്കൗണ്ടിൽ നിന്നും കാശ് എടുത്താൽ സാറിന് എന്താ പ്രശ്നം? ഇതാരും അറിയാൻ പോകുന്നില്ല. എന്തായാലും കമ്പനി തന്നെ ഈ കാശ് എടുക്കും. പിന്നെ വേറൊരു കാര്യം, ഈ കാശ് പകുതി ആകുന്നതിൽ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല, നമുക്ക് പപ്പാതിയാക്കരുത്. ഇത് കേട്ട മാനേജർക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. റോബിനെ നീ ഓവറാക്കരുത്, കാരണം നീ കട്ടിട്ട് അതിന്റെ പാതി വിഹിതം എന്നോട് എടുക്കാൻ പറയാം. ഞാനും കൂടെ കള്ളനാവണല്ലേ, നിന്റെ മോളെ പഠിപ്പിക്കാനാണ് എന്നുള്ള ആ ഒരു എക്സ്ക്യൂസ് കൊണ്ട് മാത്രം ഞാൻ ഇത് മുകളിൽ റിപ്പോർട്ട് ചെയ്യുന്നില്ല. മര്യാദക്ക് ഈ കാശ് ഇവിടെ വെച്ചോ, നീ ഇവിടുന്ന് പോയിക്കോ. അതുപോലെ തന്നെ ബാലൻസ് ഉള്ള ആ 5 മില്യൺ ഡോളർ അതും ഞാൻ അറിഞ്ഞു. അത് അധികം വൈകാതെ ഇങ്ങോട്ടേക്ക് എത്തണം. പിന്നെ അധികം വൈകാതെ കമ്പനിയിൽ നിന്ന് നീ റിസൈൻ ചെയ്തു പോവാ. അങ്ങനെയാണെങ്കിൽ നിനക്ക് ജയിലിൽ പോകേണ്ടി വരില്ല. ഇതെന്റെ വാണിംഗ് എന്ന് പറയാണ്. ഇത് കേട്ട റോബിൻ കൂടുതലായിട്ടൊന്നും പ്രതികരിച്ചില്ല. ആ പണത്തിന്റെ ബാഗ് അവിടെ വെക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും മാനേജർ പറഞ്ഞ പോലെ തന്നെ ആ 5 മില്യൺ ഡോളർ ഇനി ബാങ്കിലേക്ക് തന്നെ തിരിച്ചു കൊടുക്കണം, അല്ലാതെ വേറെ വഴിയില്ല. സോ അതിനായിട്ട് റോബിൻ ഇപ്പൊ ടോമിനെ വിളിക്കണം. ടോമെ നീ എവിടെയുള്ളത്? കാശ് ബാങ്കിൽ എത്തിച്ചേ മതിയാവുള്ളൂ, ആകെ പ്രശ്നമായിട്ടുണ്ട്. ഇപ്പൊ ടോം ഒരു ലൊക്കേഷൻ അയച്ചു കൊടുക്കുകയാണ്. റോബിനെ നീ ഇങ്ങോട്ടേക്ക് വാ, ഇവിടെ വന്നിട്ട് നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാന്ന് പറയണം. ഓക്കെ എന്ന് പറഞ്ഞിട്ട് റോബിൻ കാർ എടുക്കാൻ നിൽക്കുമ്പോൾ വലിയ സത്യവാനയ്യപ്പനെ പോലെ സംസാരിച്ച ബാങ്ക് മാനേജർ ഉണ്ടല്ലോ, ഇയാൾ റോബിൻ മോഷ്ടിച്ച ആ ഒരു കാശ് മാറ്റി ഇയാളുടെ കാറിലേക്ക് വന്ന് അത് ഡിക്കിയിലും വെച്ച് ഇയാളുടെ വീട്ടിലേക്ക് പോവാണ്. ഓഹോ, ഒറ്റക്ക് മുണുങ്ങാനായിരുന്നല്ലേ ഇയാൾ അമ്മാതിരി നാടകം അവിടുന്ന് കളിച്ചത്. ഞാൻ വിചാരിച്ചു എന്തോ വലിയ സിൻസിയർ ആയിട്ടുള്ള സത്യസന്ധനായിട്ടുള്ള കമ്പനിയോട് നല്ല കൂറുള്ള ആളായിരിക്കുന്നു. പക്ഷെ കള്ളനാ, പക്കാ കള്ളനാ, കള്ളന് കഞ്ഞി വെച്ചവനാ. ഇത് കണ്ട റോബിന് ദേഷ്യം വരാതിരിക്കോ? നന്നായിട്ട് ദേഷ്യം വരികയാണ്. പക്ഷെ അതിന് മുന്നേ ആയിട്ട് ടോം പറഞ്ഞ ആ ഒരു സ്ഥലത്തേക്ക് പോവാന്ന് കരുതിയിട്ട് നേരെ അങ്ങോട്ടേക്ക് പോവാണ്. പക്ഷേ ടോം റോബിന് പണി കൊടുത്തു. ലൊക്കേഷൻ വേറെ ഒന്നും ആയിരുന്നില്ല, ആ ലോക്കൽ റോഡി ഉണ്ടല്ലോ അയാളുടെ താവളമായിരുന്നു. അവിടെ എത്തിയപ്പോൾ തന്നെ റോബിന് പണി വാളിയെന്ന് മനസ്സിലായി. ഓടി രക്ഷപ്പെടാൻ നോക്കുമ്പോഴേക്കും അയാളുടെ ആൾക്കാർ റോബിനെ പിടിക്കുകയാണ്. മാത്രമല്ല ടോം തൊട്ടപ്പുറത്ത് തന്നെ ഉണ്ട്. അടി കൊണ്ട് ഒരു പരുവായി കിടക്കുന്നുണ്ട് ടോം അവിടെ. അതുപോലെ തന്നെ അവൻ ഇത്രയും കാശ് എവിടുന്നാന്ന് ഈ ലോക്കൽ റോഡ് ഇമാതിരി പെടയും പഠിച്ച് ചോദിച്ചപ്പോൾ അവനുള്ള കാര്യം മുഴുവൻ പറഞ്ഞു. ഇതുപോലെ ബാങ്കിൽ നിന്ന് എടുത്തതാന്ന് വരെ പറയാണ്. സോ ബാക്കിയുള്ള ആ ഒരു 25 മില്യൺ ഡോളർ അത് ഈ ലോക്കൽ റോഡിക്ക് ഇപ്പൊ വേണം. ഇപ്പൊ റോബിൻ അയാളോട് പറയാണ്, ഇപ്പൊ എന്റെ കയ്യിൽ ആ ഒരു കാശില്ല, അത് വേറൊരുത്തന്നെ അടിച്ചു മാറ്റി കൊണ്ടുപോയി. എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് അവന്റെ കയ്യിൽ നിന്ന് അത് എങ്ങനെയെങ്കിലും മേടിക്കണം എന്ന് പറയണം. അവന്റെ വീടും സ്ഥലവും എനിക്കറിയാം, നമുക്ക് അങ്ങോട്ടേക്ക് പോകാന്ന് പറയണം. അതായത് മാനേജറെ കുറിച്ചാണ് ഇപ്പൊ റോബിൻ പറയുന്നത്. അങ്ങനെ ഈ ലോക്കൽ റോഡിയുടെ ആ ഒരു ഗ്യാങ്ങും റോബിനും ടോമും ഇവരെല്ലാവരും നേരെ മാനേജറുടെ വീട്ടിലേക്ക് പോവാണ്. അവിടെ എത്തി യാതൊരു പെർമിഷനും കൂടാതെ ഉള്ളിലേക്ക് കയറി. എന്നാൽ ഇവരെ കണ്ട് ഈ റൗഡികളെ കണ്ട് പേടിക്കാതെ മാനേജർ ഫുള്ളായിട്ട് ഷൗട്ട് ചെയ്യുന്നത് റോബിനെയാണ്. റോബിനെ എനിക്കറിയാം നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേന്ന്, പക്ഷെ നീ ഈ കാശ് ഇവിടുന്ന് കൊണ്ടുപോയ ഉറപ്പായിട്ട് നീ തന്നെ പെടുള്ളൂ. കാരണം ക്യാഷ് റിമൂവ് ചെയ്യുന്ന സമയത്ത് ഫുള്ള് നിന്റെ പേരാണ് അവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. സോ എങ്ങനെയായാലും കുടുങ്ങാൻ പോകുന്നത് നീയാണ് റോബിനെ. നോക്കിക്കോ, നിന്നെ ഞാൻ പെടുത്തുവാണ്. അവിടെ കിടന്ന റോബിനെ ഇപ്പൊ മാനേജർ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ തുടങ്ങുകയാണ്. ഇതേ നേരത്തെ ആ ലോക്കൽ റോഡി വന്നിട്ട് ഒരു കത്തി എടുത്ത് ഇയാളുടെ കഴുത്തിലേക്ക് ഇട്ട് ഒരേറ്റ കുത്തു കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ വിചാരിച്ചതുപോലെ ഇവൻ ലോക്കലല്ല. ഇപ്പൊ നിലത്ത് കിടന്ന് പിടയ്ക്കുന്ന മാനേജർ നോക്കിക്കൊണ്ട് ഈ റൗഡി പറയണ, ഡാ ഓവർ ആക്കല്ലടാ, ഇമാതിരി ഷോ ഇറക്കിയത് കൊണ്ട് മാത്രമാണോ ഇവിടെ വെച്ച് ഞാൻ നിന്നെ ഇപ്പൊ തട്ടിയത്. ഈ രണ്ട് പൊട്ടന്മാരെ പോലെ ഒന്ന് പേടിച്ച് നിന്നായിരുന്നെങ്കിൽ ഞാൻ നിന്നെ തട്ടില്ലായിരുന്നു. എന്തായാലും മാനേജറുടെ കാര്യം കുതാവാഹ, ആളുടെ കാര്യം പോയി, ഉള്ള കാറ്റ് പോയി. എന്തായാലും കാശ് അവിടെ നിന്ന് ഇവര് തപ്പിയെടുക്കുകയാണ്. എന്നാൽ ഇതുകൊണ്ട് തീർന്നോ? ഇല്ല. ആ കാശ് കയ്യിൽ കിട്ടിയ സമയത്ത് റൗഡി പറയാണ്, ഡാ ഇത് ഈ മാസത്തേക്ക് ഓക്കെ, ഇനി അടുത്ത മാസം മുതൽ ഇതുപോലെ ഓരോ അക്കൗണ്ടിൽ നിന്നും കാശ് പിൻവലിച്ചോണം, അത് കറക്റ്റ് ആയിട്ട് എന്റെ കയ്യിലേക്ക് എത്തിക്കണം, അല്ലെങ്കിൽ മോനെ വന്ന് മുറിച്ചെടുക്കും ഞാൻ. അതുകൊണ്ട് രണ്ടാമതൊരു വട്ടം കൂടെ എന്നെ വരുത്തിക്കാൻ നിൽക്കണ്ട, കറക്റ്റ് ആയിട്ട് കാശ് അങ്ങോട്ട് എത്തിക്കണം കേട്ടാ. ഇത് പറഞ്ഞ ആ കാശ് കൊണ്ട് അയാൾ അവിടെ നിന്ന് പോകണം. അതായത് റോബിൻ ഇപ്പോ നല്ലൊരു ഒന്നാം തരം ട്രാപ്പിൽ പെട്ടിരിക്കുകയാണ്. ടോം അപ്പുറത്തേനെ ഉണ്ട്. ആ പൊട്ടൻ എന്താ ചെയ്യേണ്ടതെന്ന് പോലും തിരിയുന്നില്ല. കാരണം ഇമാതിരി വള്ളി കേസിൽ ഇവനെ കൊണ്ടേ പെടുത്തിയത് തന്നെ ടോമാണല്ലോ. പക്ഷേ ഈ മാനേജർ ഇയാൾ കൂടെ മരിച്ചത് കൊണ്ട് തന്നെ ഇപ്പൊ ആ ലോക്കൽ റോഡിയുടെ കയ്യിലുള്ള കാശ് അതെങ്ങനെയെങ്കിലും ബാങ്കിലേക്ക് തിരിച്ചു കൊണ്ടുവന്നേ മതിയാവുള്ളൂ. ആ കാശ് തിരിച്ചു കിട്ടുന്നത് വരെയെങ്കിലും മാനേജർ മരിച്ച കാര്യം വേറെ ആരും അറിയാൻ പാടില്ല. അതിനായിട്ട് തന്നെ തൽക്കാലത്തേക്ക് ആ ഒരു ബോഡി ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കുന്നുണ്ട്. എന്നിട്ട് മാനേജറുടെ ഫോണിൽ നിന്നും ബാങ്കിലേക്ക് റോബിൻ ഒരു മെസ്സേജ് അയക്കുകയാണ്. അതായത് അത്യാവശ്യമായിട്ടൊരു കാര്യത്തിന് വേണ്ടി ഒരാഴ്ച ഞാൻ ഇവിടുന്ന് മാറി നിൽക്കുകയാണ്. സോ ബാങ്കിന്റെ അത്രയും ദിവസത്തെ ചുമതല ഞാൻ അസിസ്റ്റന്റ് മാനേജർ ആയിട്ടുള്ള റോബിനെ ഏൽപ്പിക്കുന്നുണ്ട് എന്ന രീതിയിൽ ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്ത് നേരെ ബാങ്കിലേക്ക് അയക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസമായി
ഒന്നും അറിയാത്തതുപോലെ റോബിൻ ഇപ്പൊ ബാങ്കിലേക്ക് ചെല്ലുന്നുണ്ട്. മാനേജർ ലീവ് ആയതുകൊണ്ട് തന്നെ മാനേജറുടെ ജോലി കൂടെ റോബിൻ തന്നെയാണ് നോക്കുന്നത്. കാരണം അവനാണല്ലോ അസിസ്റ്റന്റ് മാനേജർ. എന്തായാലും ഈ സമയത്താണ് ബാങ്കിലേക്ക് അടുത്ത പുലിവാല് വരുന്നത്. സാൻസ, ബെന്നത്തിന്റെ മകള്. അമ്മയുടെ അക്കൗണ്ടിലെ കാശ് പിൻവലിക്കാനായിട്ട് അവള് വന്നിരിക്കുകയാണ്. നേരെ ക്യാഷ്യർ ആയിട്ടുള്ള ടോമിനോട് പോയിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ടോം ഇത് കേട്ടപാട് കഴിഞ്ഞ് ഞെട്ടിപ്പോവാണ്. കാരണം ആ അക്കൗണ്ടിലെ കാശ് വെച്ചാണല്ലോ ഇമാതിരി കളിയൊക്കെ ഇവർ കളിച്ചത്. ടോം ഈ കാര്യം നേരെ പോയിട്ട് റോബിനോട് പറയുന്നുണ്ട്. റോബിൻ ഇപ്പോൾ സാൻസയെ വിളിക്കുകയാണ്. സാൻസയുടെ കൂടെ തന്നെ മറ്റേ ഒരു വാൾട്ടറും ഉണ്ടായിരുന്നു. ഇപ്പൊ റോബിൻ പറയാണ്, നിങ്ങൾ തന്നെയാണ് ഈ ബെന്നത്തിന്റെ മകൾ എന്നതിന് വല്ല തെളിവുണ്ടോ? ഒരു ID കാർഡ് സാൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇതൊന്നും നടക്കില്ല. നിങ്ങളിപ്പോ ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ? കോർട്ടിലേക്ക് പോയിട്ട് കോർട്ടിൽ നിന്നും ഒരു ഓർഡർ ഉണ്ടാക്കി വരണം. എന്നാൽ മാത്രമേ ഈ ക്യാഷ് ഞങ്ങൾക്ക് ഇവിടുന്ന് പിൻവലിച്ച് തരാൻ കഴിയുള്ളൂ. അതായത് പരമാവധി അവളെ ഒഴിവാക്കാൻ നോക്കുക. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന വാൾട്ടർ വന്നിട്ട് പെട്ടെന്ന് തന്നെ മറ്റെന്തോ ഒരു ഡോക്യുമെന്റ് എടുത്തു കൊടുക്കുന്നുണ്ട്. അത് ഈ സാൻസയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ആയിരുന്നു. ഇയാളുടെ കയ്യിൽ എങ്ങനെ ഇത് കിട്ടിയെന്ന് വിചാരിച്ചിട്ട് സാൻസ് തന്നെ ഞെട്ടിപ്പോവാണ് കേട്ടോ. ഇപ്പൊ നമ്മുടെ റോബിനും അത് നോക്കിയിട്ട് പറയാണ്, നിങ്ങൾ ഇനി ഇങ്ങനത്തെ പ്രൂഫ് എന്തൊക്കെ തന്നാലും ഞങ്ങൾക്ക് കൺഫേം ചെയ്യാൻ പറ്റില്ലല്ലോ ഇത് ബെന്നത്തിന്റെ തന്നെ മകളാണെന്ന്. സോ കോടതിയിൽ പോയിട്ട് കേസിൽ ജയിച്ച് അവിടുന്ന് ഒരു അപ്രൂവൽ വാങ്ങിയിട്ട് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വാ. എന്നാൽ മാത്രമേ എനിക്ക് ഈ ക്യാഷ് റിലീസ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് പരമാവധി അത് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് റോബിൻ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഭയങ്കര ദേഷ്യത്തിൽ വാൾട്ടർ പുറത്തേക്ക് പോവാണ്. അയാളുടെ കൂടെ തന്നെ സാൻസയും പുറത്തേക്ക് വരുന്നുണ്ട്. കാരണം എന്താണെന്നറിയോ? സാൻസയുടെ ആ ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് വാൾട്ടറിന്റെ കയ്യിൽ വന്നതെന്ന് അവൾക്ക് അറിയണം. അപ്പൊ അവന്റെ പിന്നാലെ തന്നെ ചെന്നിട്ട് സാൻസ ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് എന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടിയത്? ഇപ്പോ ഈ വാൾട്ടർ പറയാണ്, നിങ്ങളുടെ വളർത്താമ്മയുണ്ടല്ലോ അവരുടെ വീട്ടിലേക്ക് പോയി അവിടെ നിന്നാണ് നിന്റെ അഡ്രസ്സ് കിട്ടിയത്. ഈ സമയത്ത് തന്നെ സാൻസയ്ക്ക് അപകടം മനസ്സിലാവുകയാണ്. കാരണം കഴിഞ്ഞ ദിവസം മുതൽ അവളുടെ വളർത്താമ്മയും അച്ഛനെയും വിളിച്ചിട്ട് കിട്ടുന്നില്ല. മിക്കവാറും ഇവൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും. അപകടം മണത്ത ഉടനെ തന്നെ സാൻസ് അവിടുന്ന് ഓടി രക്ഷപ്പെടുന്നുണ്ട് കേട്ടോ. അവളുടെ പിന്നാലെ തന്നെ വാൾട്ടറും. അവൻ വെറുതെ വിടുവോ? അവന്റെ സ്വഭാവം വെച്ച് എന്ത് വേണമെങ്കിലും ചെയ്യും. എന്നാൽ ഈ നേരത്താണ് നമ്മുടെ റോബിൻ അയച്ച ടോം അങ്ങോട്ടേക്ക് വരുന്നത്. അതായത് ഇപ്പൊ വന്ന ആ ഒരു പെണ്ണ് ആരാണ്, അവളെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി ടോമിനെ വിട്ടായിരുന്നു. അപ്പൊ അവന്റെ ബൈക്കിൽ വന്നിട്ടാണ് സാൻസ് തട്ടുന്നത്. രണ്ടുപേരും ഉരുണ്ട് താഴേക്ക് വീഴാണ്. ഇതേ നേരത്ത് തന്നെ വാൾട്ടറും അങ്ങോട്ടേക്ക് വന്നു. അവനിപ്പോ സാൻസയെ പിടിക്കാൻ നോക്കുകയാണ്. എന്നാൽ സാൻസയ്ക്ക് നേരത്തെ തന്നെ ഇതിലൊരു സംശയം ഉണ്ടായിരുന്നു. എന്തെങ്കിലും റോങ് ആയിട്ട് സംഭവിക്കുകയാണെങ്കിൽ അതിനെ എങ്ങനെയെങ്കിലും പ്രതിരോധിക്കാനായിട്ട് ഒരു മയക്ക സൂചി അവൾ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ ആ സാധനം നല്ലൊരു അവസരം കിട്ടിയപ്പോൾ വാൾട്ടറിന്റെ മേത്തേക്ക് അങ്ങ് കുത്തികയറ്റി കൊടുക്കുകയാണ്. ആ മരുന്ന് അയാളുടെ ദേഹത്ത് കയറിയപ്പോൾ പെട്ടെന്ന് അയാൾ തല ഇറങ്ങി നിലത്ത് വീഴുന്നുണ്ട്. ആ ഗ്യാപ്പിൽ ടോമിന്റെ കൂടെ ഇപ്പോൾ സാൻസ രക്ഷപ്പെട്ടു പോവാണ്. അതുപോലെ തന്നെ ഈ വിവരം റോബിൻ അറിഞ്ഞു. സിറ്റുവേഷൻ വളരെയധികം വഷളായി. ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പണി വാളും. ഇനി ഒരേ ഒരു വഴിയുള്ളൂ, ഒറ്റ വഴി. എന്താണ് ആ വഴി? മുങ്ങുക, നാട് വിടുക. ഇപ്പൊ ഭാര്യയോട് റോബിൻ പറയാണ്, ഏറ്റവും അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം എടുത്താൽ മതി, നമ്മൾ ഇവിടുന്ന് പോവാന്ന്. എന്താ കാര്യം ചോദിക്കുമ്പോൾ റോബിൻ ഒന്നും പറയുന്നില്ല. ഞാൻ പറയുന്നത് അങ്ങോട്ടേക്ക് കേട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് അവൻ ചൂടാവുകയാണ്. പിന്നീട് ഒരു ഗണ്ണും അരയിൽ വെച്ച് അത്യാവശ്യമുള്ള സാധനം മാത്രം പാക്ക് ചെയ്ത് ഇവർ ഇവിടുന്ന് പോകാൻ നിൽക്കുകയാണ്. ഇതേ നേരം തന്നെ ടോമിന്റെ കൂടെ രക്ഷപ്പെട്ടു വന്ന സാൻസ അവളുടെ കാര്യങ്ങളൊക്കെ ടോമിനോട് പറയുന്നുണ്ട്. കുറച്ച് കഷ്ടമായിരുന്നു അവളുടെ ലൈഫൊക്കെ. ഇതേ നേരം തന്നെ വാൾട്ടറിനെ കാണിക്കുകയാണ്. ഈ ചങ്ങായി ചത്തിട്ടൊന്നുമില്ല. ബോധം തിരിച്ചു വന്ന സമയത്ത് ഇവൻ നേരെ ബാങ്കിലെ എംപ്ലോയീസിന്റെ ലിസ്റ്റ് എടുക്കുകയാണ്. അതിൽ നിന്ന് റോബിന്റെയും ടോമിന്റെയും നമ്പറൊക്കെ എങ്ങനെയൊക്കെയോ തപ്പിയെടുക്കുന്നുണ്ട്. ഇതിനുശേഷം വീണ്ടും ആ ഒരു ബാറിൽ കാണിക്കുകയാണ്. അതായത് സാൻസ അവളുടെ ഓരോ കാര്യങ്ങളൊക്കെ നമ്മുടെ ടോമിനോട് പറയണം. അതായത് അവളുടെ അമ്മ കുറെ ദിവസം മുന്നേ അവളെ വിളിച്ചായിരുന്നു, ഞാനാണ് മോളെ നിന്റെ അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട്. ബെന്നത്തിന്റെ ചെറിയ പ്രായത്തില് എന്തോ ഒരു അവിഹിതമായിട്ടുള്ള റിലേഷൻ ഉണ്ടായ ഒരു കുഞ്ഞാണ് സാൻസ. ആ സമയത്ത് ഒരിക്കലും അവളെ നോക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു ബെന്നത്തിന്. അതുകൊണ്ടാണ് സാൻസയെ വളർത്താനായിട്ട് മറ്റൊരു കൂട്ടരെ ഏൽപ്പിച്ചത്. ഈ കാര്യങ്ങളെല്ലാം ബെന്നത്ത് സാൻസയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവൾക്ക് വേണ്ടി ഒരു ഇച്ചിരി കാശ് ബെന്നത്ത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് വന്നിട്ട് എടുക്കുമോളെ, നമുക്ക് നന്നായിട്ട് ജീവിക്കാം എന്നൊക്കെ പറഞ്ഞ സമയത്ത് സാൻസ പറയണം, വേണ്ട, എനിക്ക് അമ്മയില്ല, എന്റെ അമ്മ നേരത്തെ മരിച്ചുപോയതാണ്. അമ്മയോടുള്ള ആ ഒരു ദേഷ്യം കൊണ്ടാണ് സാൻസ് അങ്ങനെ പറഞ്ഞത്. മാത്രമല്ല പിന്നീട് അമ്മയുടെ നമ്പർ വരെ ബ്ലോക്ക് ചെയ്ത് കളയാണ്. സോ ആ വിഷമത്തില് ആ ഒരു ഫ്ലാറ്റിൽ ഒറ്റയ്ക്കായിരുന്നു ബെന്നത്ത്. പിന്നീട് ആ ഒരു ഏകാന്തതയിലും ആ ഒരു വിഷമത്തിലുമാണ് ബെന്നത്ത് മരണപ്പെടുന്നത് കേട്ടോ. എന്തായാലും സാൻസയുടെ ഈ ഒരു കഥ കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ ടോമിന് ഒരു കാര്യം മനസ്സിലായി. അതായത് സാൻസയ്ക്ക് ആ ഒരു പൈസ ആവശ്യമില്ല, അവളുടെ കൂടെ വന്ന ആ ഒരു വാൾട്ടറിനാണ് ഈ കാശിന്റെ ആവശ്യം. സോ അപ്പം തന്നെ ടോം ഇപ്പോൾ നമ്മുടെ റോബിനെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. സാറേ, നമ്മൾ വിചാരിച്ചതുപോലെയല്ല, ഈ ബെന്നത്തിന്റെ മകൾക്ക് ആ ഒരു കാശ് വേണമെന്നില്ല. അവളുടെ കൂടെ വന്ന ആ ഒരു സൈക്കോ ഉണ്ടല്ലോ വാൾട്ടർ, അവനാണ് ആ ഒരു കാശ് വേണ്ടത്. ഇതേ സമയത്ത് തന്നെ റോബിൻ പറയാണ്, ടോമെ നമുക്ക് കളിയൊന്നും മാറ്റി കളിച്ചാലോടാ. അതായത് സാൻസയ്ക്ക് ആ ഒരു ഫണ്ട് വേണ്ടെങ്കിൽ നമ്മളിപ്പോ എന്താ ചെയ്യാ, നമുക്ക് രക്ഷപ്പെടുകയും വേണം, ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. എവിടെയാണ് ആ ഒരു കാശുള്ളതെന്ന് വാൾട്ടറിനോട് പറയാം. അപ്പൊ ടോം ചോദിക്കുകയാണ്, സാർ എന്താ പറഞ്ഞു വരുന്നത്, എനിക്ക് മനസ്സിലാവുന്നില്ല. എടാ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേക്ക്. ഇപ്പൊ ആ കാശ് ആരുടെ കയ്യിലുള്ളത്? ഇപ്പൊ ടോം പറയാണ്, ആ ലോക്കൽ റൗഡീസിന്റെ കയ്യിൽ. ഓക്കെ, നമ്മൾ അങ്ങോട്ടേക്ക് ഈ വാൾട്ടറിനെ എത്തിക്കണം. പിന്നെ എന്താ സംഭവിക്കാന്ന് ഞാൻ പറയണ്ടല്ലോ, രണ്ട് ഭ്രാന്തന്മാരെ തമ്മിൽ അടിച്ച് ചത്തോളും. ഇപ്പൊ ടോം പറയാണ്, റോബിൻ എനിക്ക് നല്ല പേടിയുണ്ട്, എന്നാലും നമുക്കിത് ചെയ്യാന്ന് പറയാണ്. പിന്നീട് റോബിൻ അവന്റെ ഫാമിലിയെ ഇവിടുന്ന് പറഞ്ഞേക്കാണ്, ഞാൻ അങ്ങോട്ടേക്ക് എത്തിക്കോളാന്ന് റോബിൻ ഇപ്പോൾ അവന്റെ വൈഫിനോട് പറയുന്നുണ്ട്. ഇതിനുശേഷം റോബിൻ നേരെ ചെല്ലുന്നത് ലോക്കൽ റൗഡിയുടെ അടുത്തേക്കാണ്. എന്നിട്ട് ലോക്കൽ റൗഡിയോട് പറയണ, ഇങ്ങനെ ഒരു സൈക്കോ ഇറങ്ങിയിട്ടുണ്ട്, ഇവൻ ഈ കാശ് വേണമെന്നാ പറയുന്നത്. ഇത് കേട്ടപ്പോൾ ലോക്കൽ റൗഡി പറയണ, എന്നാ പിന്നെ ഒന്ന് കാണണല്ലോ, എന്റെ ഏരിയയിലേക്ക് വന്നിട്ട് എന്റെ കയ്യിൽ നിന്ന് കാശ് കൊണ്ടുപോകണമെങ്കിൽ എനിക്ക് അവനൊന്ന് കാണണമെന്ന് തന്നെ ലോക്കൽ റൗഡി പറയണം. ഇതേ നേരത്ത് നമ്മുടെ ടോം ആ വാൾട്ടറിനെയും കൂട്ടി കൂടെ നമ്മുടെ സാൻസി ഉണ്ട് കേട്ടോ. ഇവര് മൂന്ന് പേരും കൂടെ നേരെ ലോക്കൽ റൗഡിയുടെ അടുത്തേക്ക് വരികയാണ്. ഇപ്പൊ വാൾട്ടറിനെ കണ്ട സമയത്ത് ഈ
ലോക്കൽ റൗഡി പറയണ, നീയാണല്ലേ എന്റെ കയ്യിലെ കാശ് കൊണ്ടുപോകാൻ വന്ന ആ ഒരു ഭീകര സൈക്കോ, നിന്നെ കുറിച്ച് ഇതാ ഈ റോബിൻ എന്തൊക്കെയോ പറഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടാ. എടാ, ഇത് എന്റെ സ്ഥലമാണ്, ഇത് എന്റെ ഏരിയ ആണ്, ഇവിടെ വന്നിട്ട് കാശ് എടുക്കാൻ മാത്രം നിനക്ക് ഉണ്ടടാ, ആംബിയർ ഉണ്ടടാ, പറ്റെങ്കിൽ എന്റെ കാശ് എടുക്കടാന്ന് പറഞ്ഞിട്ട് കയ്യിലെ ഗണ്ണെടുത്ത് ലോക്കൽ റൗഡി 2 പൊട്ടിക്കലാണ് കേട്ടോ. പക്ഷേ വാൾട്ടറിനൊന്നും സംഭവിച്ചില്ല. അവന്റെ പിന്നിലുണ്ടായിരുന്ന നമ്മുടെ ടോമിന്റെ ദേഹത്ത് ബുള്ളറ്റ് കയറുകയാണ്. പാവൻ ടോം സ്പോട്ടിൽ ഔട്ട്, മരിച്ചുപോയി. അവിടെ ഉണ്ടായിരുന്ന സാൻസ പരമാവധി അവനെ രക്ഷപ്പെടുത്താൻ നോക്കിയെങ്കിലും നടന്നില്ല. ടോം കാലി. അവന്റെ കാര്യം കഴിഞ്ഞു. ഒരാവശ്യമില്ലാതെ മരണപ്പെട്ടു പോയി. കാശിന് വേണ്ടിയിട്ട് ഇത്രയും വലിയ റിസ്ക് എടുക്കേണ്ടെന്ന് ആവശ്യമില്ലായിരുന്നു. അവസാനം ഇപ്പം എന്താ സംഭവിച്ചേ? മരിച്ചുപോയി. വാളെടുത്തവൻ വാളാൽ എന്നൊക്കെ പറയുന്നത് പോലെ ആ ഒരു റൂട്ട് തന്നെ, ആ ഒരു ലൈന് തന്നെ. എന്തായാലും പിന്നീട് അങ്ങോട്ടേക്ക് കുറച്ചു നേരം സൈക്കോ ആയിട്ടുള്ള ഈ വാൾട്ടറും അതുപോലെ തന്നെ ലോക്കൽ റൗഡീസിന്റെ ആൾക്കാരും അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും പൂരം ഫൈറ്റ് ഒരുമാതിരി മറ്റേ പടക്കക്കളം പൊട്ടിയതുപോലെ. എന്തായാലും ഈ കളിയിൽ നമ്മളില്ലേ എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ റോബിനും അതുപോലെ തന്നെ സാൻസയും കൂടെ നൈസായിട്ട് ഒരു ഭാഗത്ത് പോയിട്ട് വിളിച്ചിരിക്കുകയാണ്. കാരണം ഇതിന്റെ ഇടയിൽ രണ്ടുപേരും പെട്ടു പോയിട്ടുണ്ടെങ്കിൽ മറ്റേ പാണ്ടിലോറിയുടെ അടിയിൽപ്പെട്ട മാക്രിത്തവളേന്റെ അവസ്ഥയായിരിക്കും. സോ രണ്ടുപേരും നൈസായിട്ടൊന്ന് മാറി നിൽക്കുന്നുണ്ട്. ഈ ഗ്യാപ്പിന് ഞാൻ പറഞ്ഞല്ലോ ഒരുമാതിരി ഒരു പടക്കളം പോലെ ആയിട്ടുണ്ട്. ആ പ്രാന്തൻ വാൾട്ടറിന്റെ കൂടെ മുട്ടി നിൽക്കാൻ ലോക്കൽ റോഡിക്കും അയാളുടെ ആൾക്കാർക്കൊന്നും പറ്റുന്നില്ല. എല്ലാത്തിനെയും തീർക്കാണ്. എല്ലാത്തിനും പറഞ്ഞാൽ എല്ലാത്തിനെയും തീർത്തു. ഇനിയിപ്പോൾ അവസാനം ബാക്കിയുള്ളത് നമ്മുടെ റോബിനും അതുപോലെ തന്നെ സാൻസയും മാത്രമാണ്. ഇപ്പൊ റോബിനെയും ഷൂട്ട് ചെയ്ത് കൊല്ലാൻ നിൽക്കുമ്പോൾ സാൻസ പെട്ടെന്ന് തന്നെ അവളുടെ കയ്യിലുണ്ടായിരുന്ന ബാക്കിയുള്ള ആ ഒരു മയക്ക് സൂചി എടുത്ത് വന്നിട്ട് ഇവന്റെ കഴുത്തിൽ കയറ്റിയിട്ട് പറയാണ്, ഡാ നിനക്ക് വേണ്ടത് ആ ഒരു കാശല്ലേ, എനിക്കും വേണ്ട ആ ഒരു കാശ്, അവനിക്കും വേണ്ട ആ ഒരു കാശ്, അവന് വെറുതെ വിട്ടേക്കെന്ന് പറയണം. നീ എങ്ങാനും അവനെ ഷൂട്ട് ചെയ്താൽ ഞാൻ ഈ മരുന്ന് മുഴുവനായിട്ട് നിന്റെ മേത്തേക്ക് കുത്തി കയറ്റെന്ന് പറയണം. ഇപ്പൊ ഈ സൈക്കോ വാൾട്ടർ ആ ഒരു ഗണ്ണ് താഴ്ത്തുകയാണ്. ഓക്കെ, എനിക്ക് ക്യാഷ് മാത്രം മതി എന്ന് പറഞ്ഞിട്ട് ആ ക്യാഷ് എടുത്തുകൊണ്ട് അവൻ അവിടെ നിന്ന് പോവാണ് കേട്ടോ. ഈ സമയത്ത് നമ്മുടെ റോബിന്റെ ഉള്ളൊക്കെ എന്തോ ആകുന്നുണ്ട്. കാരണം അതിനുവേണ്ടി, ആ കാശിന് വേണ്ടി കുറച്ചൊന്നും അല്ല കഷ്ടപ്പെട്ടത്. എന്നിട്ടിപ്പോ എവിടുന്നോ വന്ന ഒരുത്തൻ ആ കാശുമായിട്ട് പോവുകയാണ്. റോബിൻ എന്തോ ലാണ്ടങ്ങായി പോകുന്നുണ്ട് കേട്ടോ, സഹിക്കാൻ പറ്റുന്നില്ല. എന്തായാലും വാൾട്ടർ ഇപ്പോൾ പുറത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇതേ നേരത്ത് ഒരു വാൻ അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. കുറച്ച് മുഖംമൂടിയിട്ട ആൾക്കാർ ഈ വാൾട്ടറിന്റെ നേരെ തുരാന്ന് പറഞ്ഞിട്ട് ഷൂട്ട് ചെയ്യാണ്. അയാളുടെ ബോഡി മുഴുവൻ അരിപ്പ പോലെ ആവുകയാണ് കേട്ടോ. സ്പോട്ടിൽ ഔട്ട് ആവുകയാണ് വാൾട്ടർ. ഇപ്പൊ വന്ന് വാൾട്ടറിന് പണി കൊടുത്ത ടീം ഏതാന്ന് മനസ്സിലായോ? അതായത് വാൾട്ടറിന്റെ ബോസ് സാമുവലിനെ കൊന്നില്ലേ, അയാളും ചെറിയ പുള്ളിയൊന്നും അല്ല. സോ അയാളുടെ ആൾക്കാരാണ് ഇപ്പൊ വന്നിട്ട് വാൾട്ടറിന് തീർത്തിരിക്കുന്നത്. എന്തായാലും റോബിന് കുശാലായി. ഇപ്പൊ വന്ന് വാൾട്ടറിനെ കൊന്ന ആൾക്കാർക്കറിയില്ല ആ ബാഗിൽ ക്യാഷ് ആണെന്ന്. അവന്മാര് വന്ന പണിയും തീർത്ത് അവരവിടുന്ന് പോയി കേട്ടോ. ഇതിനുശേഷം റോബിൻ ഓടിച്ചെന്ന് ആ ഒരു ബാഗ് എടുക്കുകയാണ്. സംഭവം എന്തായാലും ആ കാശ് $25 മില്യൺ ഇപ്പൊ അവന്റെ കയ്യിൽ കിട്ടി. അതുമായിട്ട് പോവാൻ നോക്കുമ്പോൾ എന്തോ അവനൊരു കുത്തല് പോലെ. ഇതിന് ഒരവകാശി കൂടെ ഇല്ലേ? അതായത് ബെന്നത്തിന്റെ മകളായിട്ടുള്ള സാൻസ് തന്നെ ഇപ്പൊ കുറച്ച് കാശെടുത്ത് അവൾക്ക് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ സാൻസ് പറയാണ്, ഈ കാശ് ഇതെനിക്ക് വേണ്ടാന്ന് പറയാണ്. ഇപ്പൊ റോബിൻ പറയാണ്, ഇത് നിനക്ക് വേണോ വേണ്ടയോ എന്നൊന്നും എനിക്ക് അറിയണ്ട, നിനക്ക് വേണമെങ്കിൽ ഇത് എടുത്തോന്ന് പറഞ്ഞിട്ട് ഒരു കവറിൽ ആ ക്യാഷ് ഇട്ട് അവളുടെ കാൽച്ചോട്ടിൽ ഇട്ട് കൊടുത്തിട്ട് റോബിൻ അവിടുന്ന് പോവാണ്. എന്നിട്ട് ആ ക്യാഷ് മുഴുവനായിട്ടും ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട് ഒരു അക്കൗണ്ടിലേക്ക്. ആരുടെ അക്കൗണ്ടിലേക്കാണെന്നറിയോ? അതായത് റോബിന്റെ കൂടെ വർക്ക് ചെയ്ത കുറച്ച് പ്രായമുള്ള ഒരു ചേട്ടൻ ഉണ്ടായിരുന്നില്ലേ, അയാള് ബാങ്കിൽ വെച്ച് ആത്മഹത്യ ചെയ്തില്ലേ, അയാളുടെ അക്കൗണ്ടിലേക്ക് ഈ ക്യാഷ് മുഴുവൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് റോബിൻ പോയിട്ട് പോലീസിന് പിടികൊടുക്കുകയാണ്. നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. എന്ന് കരുതി മുഴുവനായിട്ടും സത്യം പറയുന്നില്ല. ഇതുപോലെ കാശ് എടുത്തിട്ടുണ്ട്. അതിനിടയിൽ 2 റൗഡികൾ വന്നു, ഒരുപാട് പ്രശ്നമായി. എനിക്കിപ്പോ ആ കാശ് എവിടെയാണെന്ന് അറിയില്ല. അങ്ങനെ തൊട്ടും തൊടാതെയും ചില കാര്യങ്ങൾ അവന് പറയാണ്. സോ പോലീസുകാർ എത്ര അന്വേഷിച്ചിട്ടും ആ കാശ് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അതുപോലെ തന്നെ ബാങ്കിൽ നിന്നും കാശ് മോഷ്ടിച്ചതിന്റെ പേരിൽ കുറച്ച് വർഷത്തേക്ക് റോബിനെ ജയിലിടുകയാണ്. എന്നാലും ജയിലിൽ പോയ സമയത്ത് റോബിൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. കാരണം അധികകാലൊന്നും ജയിലിൽ കിടക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോ ജയിലിൽ നിന്ന് പുറത്തേക്ക് വന്നാൽ കോടീശ്വരനാണ്. ഒരുപാട് കാശാണ് ഇപ്പോ അക്കൗണ്ടിൽ കിടക്കുന്നത്. അപ്പൊ ആ ഒരു സന്തോഷത്തിലാണ് റോബിൻ ഇപ്പോ ആ ഒരു ജയിലിൽ കിടക്കുന്നത് തന്നെ. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു പോവാണ്. ഒരു ദിവസം രാത്രിയിൽ അവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു തടവുപള്ളി അങ്ങോട്ടേക്ക് പാഞ്ഞു വന്ന് ഇവന്റെ വായ പൊത്തിപ്പിടിച്ച് കഴുത്തിലേക്ക് ഒരുപാട് തവണ കത്തി വെച്ച് കുത്തുകയാണ്. റോബിൻ അവിടെ വെച്ച് കൊന്നുകളയാണ്. എന്താ കാര്യം എന്ന് മനസ്സിലായോ? ആ ഒരു ലോക്കൽ റൗഡി ഉണ്ടല്ലോ, അയാളുടെ ബ്രദറോ മറ്റോ ആണ്. ചേട്ടൻ മരിച്ചതിന്റെ കാരണക്കാരൻ ഈ റോബിൻ ആണെന്നുള്ള ആ ഒരു ദേഷ്യവും പകയും ഇതെല്ലാം ഉള്ളിൽ വെച്ചിട്ട് ആ കാരണത്താലാണ് റോബിനെ ഇയാളിപ്പോ വന്ന് കൊന്നിരിക്കുന്നത്. എന്താലേ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ആ ഒരു $30 മില്യൺ അതിനെ ആരൊക്കെ ആഗ്രഹിച്ചോ അവരെല്ലാവരും മരിച്ചു പോവാണ്. ഒരു ശാപം പിടിച്ച കാശ് തന്നെയാണത്. ആദ്യം തന്നെ ആ കാശ് ആ ബോസിന്റെ കയ്യിൽ നിന്ന് മടിച്ചു മാറ്റിക്കൊണ്ടുപോയ ബെന്നത്ത് ആരുമില്ലാതെ ഒറ്റയ്ക്ക് ഒരു അനാഥയെ പോലെ മരിച്ചു. എന്നിട്ട് ആ കാശ് എടുക്കാൻ വന്ന സാമുവൽ, അയാളും മരിച്ചു. പിന്നീട് റോബിന്റെ കയ്യിൽ നിന്നും ആ ഒരു കാശ് അടിച്ചു മാറ്റാൻ നോക്കിയ മാനേജർ മരിച്ചു. റോബിന്റെ കൂടെ നിന്ന ടോം മരിച്ചു. അവസാനം റോബിനും മരിച്ചു. പിന്നെ സൈക്കോ ആയിട്ടുള്ള വാൾട്ടറും മരിച്ചു. ആരൊക്കെ ആ ഒരു കാശിന് ആഗ്രഹിച്ചിട്ടുണ്ടോ എല്ലാവരും മരണപ്പെട്ടു പോവാണ്. സോ നമ്മുടെ അധ്വാനം കൊണ്ട് ഉണ്ടാക്കാത്ത കാശ് അത് നിലനിൽക്കില്ല. ചിലപ്പോ അത് നമ്മുടെ ജീവന് തന്നെ ആപത്തായേക്കും എന്നൊരു വലിയ മെസ്സേജ് തന്നെ ഈ സിനിമയിലൂടെ നമുക്ക് തരുന്നുണ്ട് കേട്ടോ. ഏറ്റവും അവസാനം മറ്റൊരു കാര്യം കൂടെ കാണിക്കുകയാണ്. അതായത് റോബിൻ ആ ഒരു കാശ് മുഴുവൻ ഇപ്പൊ ഇട്ട് വെച്ചിരിക്കുന്നത് എവിടെയാ? ഇവരുടെ ബാങ്കിൽ ആദ്യം ജോലി ചെയ്ത ആ ഒരു ചേട്ടന്റെ അക്കൗണ്ടിലാണ്. സോ അയാൾ മരിച്ചു പോയിട്ടുണ്ട്. ഇപ്പൊ അയാളുടെ അക്കൗണ്ടിൽ വെറുതെ ആ ഒരു കാശ് അങ്ങനെ കിടക്കുകയാണ്, ഒരു ഡെഡ് മണി ആയിട്ട്, ഒരു ഡെഡ് അക്കൗണ്ട് ആയിട്ട്. ഇത് ആ ബാങ്കിലെ മറ്റൊരു എംപ്ലോയി കാണുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് സിനിമ ഇവിടെ തീരുന്നത്. മനുഷ്യനുള്ളിടത്തോളം കാലം മനുഷ്യന്റെ ആഗ്രഹവും അത്യാഗ്രഹവും ഇതൊന്നും തീരാൻ പോകുന്നില്ല അല്ലേ? ഓക്കെ, എന്തായാലും കഥ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പൊ മറ്റൊരു കഥയുമായിട്ട് നമുക്ക്
നമുക്ക് നാളെ വീണ്ടും കാണാം. ഓക്കെ, ബൈ.